അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലര് പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട് ഇവിടെ ദരിദ്രരില്ല, രോഗികളില്ല
ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട് കർത്താവേ. അത് എല്ലായിടത്തും അതുണ്ട്, ഒരിടത്തും ഒരു സ്റ്റേറ്റിലും മാത്രമല്ല. ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴറുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചു പൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചു പൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചു പൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ ഈ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ഇരുട്ടിലും സാമൂഹ്യ ഇരുട്ടിലും ഒരു ജനത പെട്ടുപോകുന്ന അവസ്ഥ. ദൈവമേ, നിൻ്റെ മക്കളും രാജ്യം വിട്ടുപോകുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾ ആര് തന്നെയാണോ ഈ രാജ്യത്തിന് ഈ നാടിന് ഭരിക്കാൻ പോകുന്നത്, അവർക്ക് ആര് ഭരിച്ചാലും അവർക്ക് സത്യസന്ധമായ മാർഗങ്ങൾ ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷ്ണു എന്ന് പറഞ്ഞൊരു മകനെ ഒരു സാക്ഷ്യം പറഞ്ഞ്, അവൻ്റെ പേര് വിഷ്ണു രവിയ. വിഷ്ണു രവിയുടെ വിഷയം എന്ന് പറയുന്നത്, അവൻ പട്ടാളക്കാരനാണ്. പക്ഷെ പട്ടാളത്തിൽ ശമ്പളം അവൻ്റെ കടങ്ങൾ പരിഹരിക്കാൻ മാത്രമേ വലിയ ശമ്പളം കിട്ടണില്ല. അപ്പോൾ അവൻ എന്നാ ചെയ്തത്, ഒരു ദിവസം വിഷ്ണു 14 കൊല്ലമായി പട്ടാളത്തിലായിട്ട്, ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്. അപ്പോൾ 14 കൊല്ലം കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് തോന്നി, ആരോ പറഞ്ഞ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം വിഷ്ണുവിനെ നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട്, നീ എവിടെ പോകണ്ടെന്ന് ചോദിച്ചു. ഞാൻ പരീക്ഷയാണ്, ആലപ്പുഴ ഒരു പള്ളിയിൽ പോകണം. അപ്പോൾ ഏത് പള്ളി? അത് കൃപാസനം പള്ളി. അപ്പോൾ നീ തന്നെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇവനും കൂടി വന്ന് ഇവിടെ മുട്ടുകുത്തിയപ്പോൾ മാതാവ് അപ്പം തന്നെ അവന് ഭയങ്കര സിൻസിയറായിട്ടുള്ള ആളായ കാരണം മാതാവ് അവനെ തോണ്ടി. അതാണ് അവൻ പിന്നെ പോയിട്ട് തിരിച്ചു പോയെങ്കിലും ഇവിടെ കൂട്ടുകാരിവിടെ വന്നതാണ്. പക്ഷേ തിരിച്ചു പോയപ്പോൾ അവനൊരു കാശ്മീരിലാണ് വർക്ക് ചെയ്യണത്. ഒരു സാക്ഷ്യം കണ്ട്. ആ സാക്ഷ്യം കണ്ടപ്പോൾ ഭയങ്കര പിന്നെ അയ്യോ ഇത്രയും വലിയൊരു സ്ഥലത്താണല്ലോ ഞാൻ പോയത് എന്ന് വിചാരിച്ചുകൊണ്ട്, മാതാവേ എനിക്ക് ലീവ് വേണം. അപ്പോൾ ലീവ് കിട്ടത്തില്ല, ലീവ് കഴിഞ്ഞ് ചെന്നതേ ഉള്ളൂ. മാതാവ് ഞാൻ കൃപാസനത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് ലീവ് തന്നെ വന്നും ഇവൻ മാതാവിനോട് പറഞ്ഞു. ആൾക്കാരെ ഇവിടെ കാര്യമൊക്കെ ഇപ്പോൾ രസമാണ് ഭയങ്കര. ഈ മാതാവായിട്ട് ബന്ധമുള്ള ആൾക്കാർ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മാതാവിനോട് പറഞ്ഞ്, ഞാൻ കൃപാസനത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ലീവ് അനുവദിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടാറില്ല ശരിക്കും, ഇപ്പോൾ ലീവ് വന്ന് പോയതല്ലേ ഉള്ളു. അപ്പോൾ എന്നിട്ട് അതിന് പകരം ഞാൻ അവന് ഉടമ്പടിക്ക് മുമ്പ് ഒരു പ്രീ കവനൻ്റ് ചെയ്ത് അമ്മയുമായിട്ട്, അമ്മ എനിക്ക് ലീവ് തരുമെങ്കിൽ ഞാൻ കൃപാസനത്തിൽ എത്തണ വരെ മീനും ഇറച്ചിയും ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് അവൻ്റെ ഒരു ഉടമ്പടിയാണ്. എനിക്ക് ഈ ആൾക്കാർ ചെയ്യണ കാര്യങ്ങളെ അവർ ഉടമ്പടി എടുത്തിട്ടില്ലൊക്കെ മാതാവുമായിട്ടൊരു ഉടമ്പടിയാണ്. അവന് ഒരു 3 ആഴ്ചയപ്പോൾ തന്നെ ലീവ് അനുഭവിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അവൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഏത് രാജ്യത്ത് പോകണമെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ജർമ്മനി എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിച്ച്. അമ്മ തോന്നിച്ചാണ് വിചാരിച്ചിട്ട് അവനെ എഴുതി വെച്ച് അവൻ ഉടമ്പടി എടുത്ത്. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ വിഷ്ണു ചെയ്ത കാര്യമാണ് പ്രശ്നം. വിഷ്ണു ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി സീരിയസ് ആണെന്ന് വരുത്താം. ഇപ്പം ചില ആൾക്കാർ കൃപാസനം വെച്ചാൽ വണ്ടി പോണേ എളുപ്പത്താന്ന് പറയുന്നില്ലേ, അതൊക്കെ ഉടമ്പടിയല്ലേ. ഇതേ വയ്യായ്മ കൃപാസനത്തിൽ പണി ഉണ്ടാക്കാൻ പറ്റുന്ന പാർട്ടിയാണത്. പക്ഷെ ഇവൻ അങ്ങനെയല്ലേ, ഇവൻ സത്യസന്ധനാണ്. ഇവൻ ഉടമ്പടി എങ്ങനെയാണെന്ന് അറിയാം, 2.5 ദിവസം എടുത്ത്
ഈ കോതമംഗലത്തുനിന്ന് കാൽനടയായിട്ടാണ് വന്നിരിക്കണത്. 80 കിലോമീറ്റർ ഉണ്ട്. അവൻ രാത്രി നടക്കണ്. രാത്രി ഞാൻ പറയണേ, എനിക്ക് രാത്രി ഉറക്കം വരുന്നുണ്ട്. ഞാൻ എന്തായാലും നടന്ന് ഒരു ദിവസം ചെന്നപ്പോൾ എൻ്റെ കണ്ണ് തുറന്നപ്പോൾ നോക്കിയപ്പോൾ കുഴി. മാതാവ് എന്നെ കുഴിന്ന് മാറ്റി. പിന്നെ ഞാൻ നടന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാരുടെ അവസ്ഥയെ. അവർ ദൈവത്തോട് സത്യസന്ധമായിട്ട് ഡീൽ ചെയ്യണത്. അല്ല, ദൈവത്തെ ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ അടുത്തത് പത്രം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ മതപ്പനിക്കാർ വന്ന് നടപടിക്കണില്ലേ. അതുപോലുള്ള പരിചാരികളുടെ കാലം കൃപാസനത്തിൽ കഴിഞ്ഞിരിക്കണം തോന്നുന്നു. ഇപ്പോൾ വന്ന ആൾക്കാരെല്ലാം ഇടിവെട്ട ആൾക്കാരാണ്. അവർ വന്നിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ രണ്ടാം പ്രാവശ്യം വരുമ്പോൾ അമ്മയടുത്ത് കുറച്ച് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാടകയ്ക്ക് നിന്നിട്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യരുന്നു. അതിനുശേഷം പിന്നെ 150 പത്രം മേടിച്ച് പിന്നെ ഇവിടുന്ന് നടന്ന് കോതമംഗലം വരെ പോയി അവിടെ നിന്നുള്ളിൽ 150 പത്രം ആൾക്കാരൊക്കെ പറഞ്ഞ് കൊടുത്തത്. എന്ത് സ്പീഡായി ആളിപ്പോൾ ഞായറാഴ്ച ഇത് പറയേണ്ട സമയത്ത് അവൻ ജർമ്മനിലേക്ക് പോവുകയാണ്. ഭൗതിക കാര്യങ്ങൾ നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അഭ്യാസം കാണിക്കണം എന്നല്ലേ പറയണത്. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ആത്മാർത്ഥമായ റിലേഷൻസ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റുന്നവൻ കുറച്ച് വലച്ചിൽ അനുഭവിക്കുന്നവരെന്നല്ലാതെ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അതാണ് വിഷയം. ഹൃദയ പരമാർത്ഥതയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പോൾ ഉടമ്പടി നമ്മൾ കാണിക്കേണ്ടത് ഈ പരമാർത്ഥതയാണ്. പരമാർത്ഥത പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കണം. എന്നാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ചതിന് അമ്മയ്ക്ക് 1 കോടി നന്ദി പറയുകയാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ക്ലീറ്റസ്. ഇതെൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യയുടെ പേര് സുജ. ഞങ്ങളൊരു കച്ചവട സ്ഥാപനം നടത്തിയാണ്. ഒരു റെഡിമെയ്ഡ് ഷോപ്പാണ് ഇത്. ഏതാണ്ട് ഒരു 2016 ശേഷം കട വളരെ മോശകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണ് KSFയുടെ ചിട്ടി, ലോൺ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കട കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ കട നടത്തിക്കൊണ്ടിരിക്കവേ തന്നെ 2016 ശേഷം നോട്ട് നിരോധനവും GSTയും കോവിഡും ഒക്കെ വന്ന് ആകെ തകർച്ചയിലേക്ക് പോയി. ചിട്ടികളും ലോണും എല്ലാം മുടങ്ങി ആകെ പ്രതിസന്ധിയിലങ്ങായി. അപ്പം അങ്ങനെ ഇരിക്കവേ തന്നെ KSF എന്നൊക്കെ നിരന്തരം വിളിക്കും. ഒരു മാർഗവും ഇല്ല. കട തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ അവർ ഈ എൻ്റെ വീടും വസ്തുവും വൈഫിൻ്റെ വീടും വസ്തുവും മുമ്പശം ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അതെല്ലാം ബാങ്കിലായി. അവരൊരു പൈസ അടവ് മുടങ്ങിയപ്പോഴത്തേന് അവരത് റിക്കവറിയാക്കി ജപ്തി നടപടികളിലേക്ക് പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത രീതി. എനിക്ക് 2 പെമ്മക്കളാണ്. ഒരു മൂത്തവളും 28 വയസ്സും 25 വയസ്സുള്ള 2 പെമ്മക്കളാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകപ്പാട് പകച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ വൈഫിൻ്റെ അമ്മയുടെയൊക്കെ നിർബന്ധപ്രകാരം 16/4/2024 ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ജപ്തി വളരെ കുറച്ച് പൈസയുള്ളായിരുന്നു. 44 ലക്ഷം രൂപയാണ്. നിലവിൽ എന്നെ കൊണ്ടന്നേരം ഒന്നും ചെയ്യാനൊക്കില്ല. അപ്പം ഞാൻ ഈ നോട്ടീസും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഓടിയൊക്കെ നടന്ന് അച്ഛനെ ഒന്ന് കാണണം. അപ്പം ഈ വൈഫിൻ്റെ അമ്മ പറഞ്ഞ് ഏത് വിധേനെ അച്ഛനെ കണ്ടിട്ടേ വരാവോളെ. ഞാനിവിടെ ഓടി നടന്നൊരു സെക്യൂരിറ്റി ചേച്ചിയെ കണ്ട് ഈ ഇരിക്കുന്ന ബ്രദറിനെ കണ്ട് ഈ നോട്ടീസ് ഞാൻ കൊടുത്തപ്പോൾ ഈ തുകയും റിക്കവറിയും ഉടനെ റിക്കവറി നടത്തുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈ പേപ്പർ മേടിച്ച് മാനേരെ കണ്ട് അച്ഛനെ കാണാൻ എനിക്കൊരവസരം കിട്ടി. ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിത് മേടിച്ച് കാര്യം നോക്കി. അച്ഛൻ എൻ്റെ അടുത്ത് തലയെ കൈവച്ചിട്ട് പറഞ്ഞ് ജപ്തി നടപടിയൊന്നും നടക്കത്തില്ല, നീ പ്രാർത്ഥിച്ചാൽ മതി. ഈ ഉപ്പ് കൊണ്ടുപോയി വിൽക്കാനുള്ള പുരയിടത്തിലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് ഞാനിവിടുന്ന് അങ്ങ് പോയി. പിന്നീട് അങ്ങോട്ട് നടന്ന അത്ഭുതങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഞാനിവിടുന്ന് ജപ്തി എന്നൊക്കെ കേട്ടപ്പോഴത്തേന് തന്നെ ആകപ്പാട് ഒരു ഭയമായി.
കാരണം നാട്ടും പ്രദേശത്തൊക്കെ ജപ്തി നടപടികൾ നടക്കുന്നെന്ന് വാഹനം വരിക, അവർ നടപടിക്രമങ്ങൾ. ഇപ്പം 2 പെമ്മക്കളാണ്, വൈഫുണ്ട്, അമ്മയ്ക്ക് സുഖമില്ല. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്നതിൻ്റെ 2ാമത്തെ ദിവസം പത്രത്തിലൊരു വാർത്ത, ഗവൺമെൻറ് ജപ്തി നടപടികളെല്ലാം നിർത്തിവെക്കുകയാണ്. അപ്പം ഞാൻ ഈ പത്രക്കെട്ടെടുത്തുകൊണ്ട് ഓടിച്ചെന്ന് ഇപ്പുറത്ത് എൻ്റെ കടലിപ്പുറത്തൊരു വായനശാല സുജൻ്റെ അടുത്ത് പറഞ്ഞ്, വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ്, ഗവൺമെൻറ് എന്താ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്, യാതൊരു ജപ്തികളും നടത്തത്തില്ലെന്ന്. അപ്പോൾ നമ്മൾ മാതാവിൻ്റെ അടുത്ത് പോയതിൻ്റെ എന്തെങ്കിലും അനുഗ്രഹമായിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പൈസ എങ്ങനെയെങ്കിലും അടയ്ക്കാൻ ഉള്ള ഒരു മാർഗം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 44 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഒരു വിധത്തിൽ 1 രൂപ ഒപ്പിക്കാനൊക്കത്തില്ല. അങ്ങനെ ഇരിക്കവേ ഈ ഉടമ്പടി പുതുക്കേണ്ട ഒരു സമയം വന്നു. ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി ഇവിടുന്ന് അവിടെ ചെന്ന് ഇതുപോലൊരു 2 ദിവസം കഴിഞ്ഞപ്പം പത്രത്തിലൊരു പ്രസ്താവന, സർക്കാർ ഇത് വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഓർഡറാക്കി യാതൊരു ജപ്തികളും നടപ്പിലാക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭയങ്കര ഒരു ആശ്ചര്യം, ഞാൻ ഈ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ പ്രവർത്തനമായിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നവേ ഒരു വർഷം മുമ്പേ റിക്കവറി ഓഫീസിൽ നിന്ന് തന്നെ ഒന്ന് വിളിച്ച്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ഒരു ഭയങ്കര സംഭവം നടന്നെന്ന് പറഞ്ഞാൽ, ഈ നോട്ടീസൊക്കെ എൻ്റെ കയ്യിൽ വന്നെങ്കിലും ഇവിടുന്ന് ഈ ഉടമ്പടി എടുത്ത് അവിടെ ചെന്നതിന് ശേഷം ഒരു ദിവസം റിക്കവറി ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് വളരെ കാര്യമായിട്ട്, ക്ലീറ്റസെ ഇയാൾ അത്യാവശ്യമായിട്ട് ഇവിടെ മരുന്ന് വരണം. ഞാൻ ചോദിച്ചത് എവിടുന്ന? ഇത് റിക്കവറി ഓഫീസിൽ നിന്നാണ്, ഇയാളുടെ പേരിൽ റിക്കവറി ഇടപെടല്ലേ, തഹസീൽദാരൊക്കെ ഇടപെട്ടിരിക്കുക, ഇയാൾ വളരെ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അങ്ങോട്ട് പോകാനുള്ളൊരു ധൈര്യമൊന്നുമില്ല, കാരണം അവിടെ ചെന്ന് എന്തോ പറയാനാ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ്, ഇയാൾക്ക് എൻ്റെ മനസ്സിലായോ, ഞാൻ ശ്രീദേവാണ്, ഇയാളിവിടെ വരുമ്പം അറിയാം, ഇയാൾ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഓടിപ്പിടിച്ച് അവിടെ ചെന്നപ്പം എൻ്റെ പഴയകാല ഒരു സുഹൃത്ത്, ഒരു മാനേജറായിട്ട്, KSF മാനേജറായിട്ടൊക്കെ ഇരുന്ന് അവിടെ മാറി റിക്കവറി ഓഫീസിൻ്റെ അതിൻ്റെ ചുമതലക്കാരനായിട്ട് വന്നിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്ലീറ്റസ് എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇയാളാണോ, കണ്ടച്ചറിയുള്ള ക്ലീറ്റസ് ഇയാളാണോ എന്നൊക്കെ ചോദിച്ചു. വളരെ ആശ്ചര്യം, എന്തോ ചെയ്യൂടെ ഇതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഒക്കെ ഇങ്ങനെ ആയിപ്പോയി. മുമ്പ് ഒരു 10 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്, അത് ഏതെങ്കിലും രീതിയിൽ കൊടുക്കാൻ സാധിച്ചാൽ കുറച്ച് പൈസ അടയ്ക്കാൻ പറ്റും, പക്ഷേ കടം വീട്ടാനൊന്നും നോക്കത്തില്ല. അത് കൊടുത്താലും ഒരു 10 സെൻറ്റ് സ്ഥലം അങ്ങനെ ഏറ്റവും പോയാൽ ഒരു 20-25 ലക്ഷം രൂപയ്ക്കകത്തേ കിട്ടും. ബാക്കി പൈസ എങ്ങനെ ഒപ്പിക്കും? അപ്പോൾ അതും വലിയ ഒരു ടെൻഷനായി. അങ്ങനെ ഇരിക്കവേ കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ 50% പലിശ കിഴിവുണ്ട്, ഇയാൾ എങ്ങനെയെങ്കിലും അത് ഒരു 3 കേസാണ്, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അടച്ച് ക്ലോസ് ചെയ്താൽ നന്നായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ മോൾക്കൊരു ജോലി സോഫ്റ്റ്വെയറിലുണ്ട്, അവളെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ നേരത്തെ തന്നെ അവളെ ഒത്തിരി സഹായിച്ചിട്ടൊക്കെ നിന്നെയാണ്. എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹത്തിൽ അവൾക്കൊരു 10 ലക്ഷം രൂപ ലോൺ പെട്ടെന്ന് പാസ്സായി. 2 കേസ്, അതായത് 23 ലക്ഷം രൂപ അടയ്ക്കേണ്ട 2 കേസ് 15 ലക്ഷം രൂപയ്ക്കകത്ത് 14,98,000 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് അത് 2 എണ്ണം ഒതുക്കി ക്ലോസ് ചെയ്ത്. പിന്നെ നിൽപ്പുണ്ട് ഒരെണ്ണം, പിന്നെ ബാക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 29 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് ഈ മാർച്ചിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, ഇത് മാർച്ച് 31 മുമ്പ് അടച്ചാൽ 21 ലക്ഷം രൂപയ്ക്കകത്ത് അടച്ചാൽ മതി, അല്ലെങ്കിൽ ഇയാൾക്ക് 29 ലക്ഷം രൂപ അടയ്ക്കണം. മാർച്ച് 31 കഴിഞ്ഞാൽ 29 ലക്ഷം രൂപയും അതിൻ്റെ പലിശയായിട്ട് അടയ്ക്കേണ്ടി വരുമെന്ന്. അപ്പോഴും പ്രശ്നം ഒഴിയുന്നില്ല. അപ്പം നമ്മൾ ഈ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്, മാതാവിൻ്റെ അടുത്ത് നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കടയാണെങ്കിൽ ഞങ്ങൾ രാത്രി 10-10:30 കടയിൽ നിന്ന് ഞങ്ങൾ രണ്ടും ചെല്ലും. ഞങ്ങളതിന് ശേഷം കരണക്കൊന്ത പഠിച്ച് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൃത്യമായിട്ട് രാത്രി പഠിക്കും. വെളുപ്പിനെ എഴുന്നേറ്റ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ പഠിക്കും ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് വന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വസ്തു കൊടുക്കാനായിട്ട് ഒരുപാട് ബ്രോക്കർമാരെയൊക്കെ ഏൽപ്പിച്ച് ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. ഭയങ്കര തടസ്സങ്ങളാണ്. ഭയങ്കര തടസ്സം എന്ന് പറഞ്ഞാൽ ഭയങ്കര തടസ്സം. അപ്പോൾ 2 പ്രമാണമൊക്കെയാണ്. അങ്ങനെ ഇരിക്കവേ ഇപ്പോൾ ഒരു 10 ദിവസത്തിനകം, മാർച്ച് 31 എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മുമ്പിൽ 10 ദിവസമേ ഉള്ളൂ. ഞങ്ങൾ മാതാവിനെ വിളിച്ച് ഭയങ്കര പ്രാർത്ഥന. ഞാനാണെങ്കിൽ ഞങ്ങൾ കടയിലൊക്കെ ഇരുന്ന് ജപമാല പെടുത്തും, മാതാവ് ഇടപെടും. അപ്പോൾ വൈഫിൻ്റെ അമ്മ ഭയങ്കര ഒരു മാതാവിൻ്റെ ഭക്ത. മാതാവും ഇടപെടും, മോനെ നീ ധൈര്യമായിട്ടിരും, മാതാവ് എന്തെങ്കിലും കാണിച്ചു തരും. 10 ദിവസത്തിനകം ഒരാളൊരു പുരയിടം എടുക്കാൻ സന്നദ്ധമായി വന്നു.
അയാളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി തയ്യാറായി വന്ന് ഒരു വിലയൊക്കെ സമ്മതിച്ച് അവിടെ അടയ്ക്കാനുള്ള ഒരു 10-22 ലക്ഷം രൂപയ്ക്കകത്തുള്ളൊരു അവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല. അപ്പം എഗ്രിമെൻ്റ് വെച്ചിട്ട് ഈ കടം വീട്ടാമെന്നാണ് പറഞ്ഞു. അപ്പം 3 പ്രോപ്പർട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കരമടച്ച രസീത് വേണം. കരമടച്ച രസീത് കിട്ടിയാൽ മാത്രമേ ബാധ്യത എടുക്കാൻ നോക്കൂ. ബാധ്യത എടുത്തെങ്കിൽ മാത്രമേ എഗ്രിമെൻ്റ് വെക്കാൻ നോക്കൂ. എഗ്രിമെൻ്റ് വെച്ചെങ്കിൽ മാത്രമേ പുള്ളി KSFയിൽ പൈസ അടച്ച് ക്ലോസ് ചെയ്ത് പ്രമാണം എടുത്തോളാം. വില്ലേജ് ഓഫീസിലെ ഒരു സ്റ്റാഫ് ആയിട്ടുള്ളൊരു പെണ്ണിൻ്റെ വീട് തിരക്കി പിടിച്ച് അതിൻ്റെ വീട്ടിൽ പോയി ഈ മുൻ രസീത് കൊടുത്ത് അതിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു പ്രശ്നമാണ്, 31-ാം തീയതി അടച്ചില്ലെങ്കിൽ ഇത്രയും പൈസ ഒക്കെ പോകും, പിന്നെ നടക്കത്തില്ല, പിന്നെ ഇത് ചെയ്യാനൊക്കത്തില്ല. കൊടുത്ത് ഞാനൊരു വെള്ളിയാഴ്ച തില്ലേരി പള്ളിയിൽ പോയി കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുമ്പം ഈ വില്ലേജ് ഓഫീസിലെ സ്റ്റാഫുകളെ ഫോണിൽ വിളിക്കുന്നു, ക്ലീറ്റസേ ഇത് നടക്കത്തില്ല, ഒരു കാരണവശാലും ഇത് നടക്കത്തില്ല, പിന്നെ ഇത് 3 പ്രോപ്പർട്ടിയാണ്, ഇത് സബ് ഡിവിഷൻ ചെയ്യാതെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്തോ വേണമെന്നറിയാതെ ഓടിച്ചു. ഒരാഴ്ച പിന്നെ ഉള്ളു, കാരണം അതിൻ്റെ അടുത്ത തിങ്കളാഴ്ച 31 ഒരാഴ്ചയ്ക്ക് മുമ്പാണ്, വെള്ളിയാഴ്ച. ഞാൻ ഓടി അവിടെ ചെന്ന് അന്നേരം അതിൻ്റെ പേര് ജോത്സനാന്ന്. അയാൾ പറഞ്ഞു, ഒരു വിധത്തിൽ നടക്കത്തില്ല കേട്ടോ, ഞങ്ങൾ അതും ഇലക്ഷനും കൂടെ, ഉദ്യോഗസ്ഥന്മാരാരുമില്ല, നമ്മൾ എങ്ങനെ വിചാരിച്ചാലും നടക്കത്തില്ല, എന്തോ ചെയ്യും? ഞാൻ അവസാനം പറഞ്ഞ്, എന്തോ ചെയ്യാനാ ജോത്സന, ഇത് ഗർഭാസനത്തിലൊക്കെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടിയൊക്കെ എടുത്തിരിക്കുക, ഇത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നടക്കത്തില്ല, ഒന്നും നടക്കില്ല. ഈ കൊച്ചെൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയിട്ട് അകത്തോട്ട് ഓടിപ്പോയി 2-3 ഫയലൊക്കെ തപ്പിപ്പിടിച്ചെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഓഫീസിൽ ആരുമില്ല, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് എല്ലാവരും പോയിരിക്കുകയാണ്. ഇതെടുത്തുകൊണ്ട് വന്ന് പറയും, ഞാൻ ആകെ തളർന്ന് നിൽക്കുകയാണ്. ഈ ഫയലെല്ലാം പരിശോധിച്ചിട്ട് ഈ പെണ്ണ് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാം, മാതാവ് ഇയാളുടെ കൂടെ ഉണ്ട്, മാതാവ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുവാ ജോത്സന? എന്തായാലും ഈ 3 പ്രോപ്പർട്ടി ഒരു തണ്ടപ്പേര് കിടക്കുക, ഇയാൾക്ക് അതുകൊണ്ട് കരമടയ്ക്കാൻ പറ്റും, വില്ലേജ് ഓഫീസർ പോലും ഇവിടെ ഇല്ല, കരമടയ്ക്കാം. വീണ്ടും ചിരിച്ചോണ്ട് പറയാം, എന്തായാലും ക്ലീറ്റസിൻ്റെ കൂടെ മാതാവുണ്ട് കേട്ടോ. ഞാൻ എന്തോ വേണമെന്നറിയാൻ വയ്യാത്തത്, മാതാവേ പെട്ടെന്ന് എന്തോ വേണമെന്നറിയാൻ വയ്യ. എന്തായാലും കരമടച്ച് രസീതൊക്കെ തന്ന് ആ രസീതും കൊണ്ടുപോയി ബാധ്യത എടുത്ത് എഴുത്തുകാരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, വസ്തു മേടിക്കേണ്ട ആളുടെ എഴുത്തുകാരനെ, അയാൾ KSF വന്ന് എന്തിനായാലും കാശെല്ലാം പൈസ ഒക്കെ അടച്ച് പ്രമാണം എടുത്ത് ഈ മാർച്ച് 31-ാം തീയതിക്കകം 26-ാം തീയതി പൈസ അടച്ച് ഈ 3 പ്രമാണവും മേടിച്ച്. അപ്പോൾ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് തടസ്സങ്ങൾ കയറി വന്നതാണ്. ഈ തടസ്സങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് മാറ്റി ആ ഒരു എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു മാനസികമായ ഒരു വിഷമം. കാരണം എന്തെങ്കിലും ഞാൻ ഈ റിക്കവറി നോട്ടീസ് വന്നപ്പോൾ എല്ലാം ആലോചിക്കുന്നത്, ഞാനും എൻ്റെ മക്കളെയും കൊണ്ട് അവിടുന്ന് പുറത്തൊക്കെ പോകേണ്ടി വന്നാൽ എന്തോ ചെയ്യും. അങ്ങനെ വളരെ എന്ത് വഴിയാണെന്നറിയാതെ പകച്ചു നിന്നൊരു സാഹചര്യത്തിലാണ് ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുന്നതും. മാതാവിൻ്റെ ഈ പുണ്യസ്ഥലത്ത് അവിടെ കടയിൽ ഇത്രയും തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ കൃപാസനത്തിൽ പോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ തുണിക്കടയൊക്കെ പ്രതിസന്ധി ആയപ്പോൾ ഞങ്ങൾ 1 വർഷം മുമ്പ് കടയുടെ സൈഡിൽ ഒരു ചെറിയ ജ്യൂസും അല്പം നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും നല്ല ശരി പണിയാണ്. ഞങ്ങൾ രാവിലെ കയറിയ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകും. കുർബാനയ്ക്ക് പോയിട്ട് പള്ളി കടയിൽ കയറിയ രാത്രി 10-11 മണിയൊക്കെ ആകുമ്പോൾ വീഴുക. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ചെറിയ റിസൾട്ട് ഉണ്ടായി തുടങ്ങി. ഇതിനിടയ്ക്ക് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇച്ചിരി കടങ്ങളൊക്കെ ഞങ്ങളുടെ പരിഹരിച്ച് പോകാൻ തുടങ്ങി. അപ്പം ഇതെല്ലാം ഈ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ സന്നിധിയിൽ വന്നതിന് ശേഷമാണ് ഇതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിന് ഞങ്ങൾ ഭയങ്കരമായ മാതാവിൻ്റെ വഴി ഈശോ ഇടപെട്ട് ഈ ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭയങ്കര കീറാമുട്ടി, ഒരു പ്രതിസന്ധി മാറ്റിത്തന്നതിന് ഞങ്ങൾക്ക് മാതാവിനോട് എങ്ങനെ നന്ദി പറയണം, അല്ലെങ്കിൽ ഈശോയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്നല്ല. അപ്പം ഞങ്ങൾ ഇന്ന് കട പൂട്ടിയിട്ടുകൊണ്ട് ഞങ്ങൾ രണ്ടും സാക്ഷ്യം പറയാനായിട്ട് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കട പൂട്ടിയിടുന്നതിനകത്ത് ഞങ്ങൾക്ക് വേറെ ഒത്തിരി അസൗകര്യങ്ങൾ ഉണ്ട്. എങ്കിലും ഞങ്ങൾ ഒരു ശനിയാഴ്ച തീരുമാനിച്ച് ഈ ചൊവ്വാഴ്ച ഞങ്ങൾ കട പൂട്ടിയിട്ടുകൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളുടെ ഈ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഈ വലിയൊരു പ്രശ്നത്തിൽ, വലിയൊരു പ്രതിസന്ധിയിൽ മാതാവ് ഇടപെട്ട്, സഞ്ചാരി മാതാവ് ഇടപെട്ട്, മാതാവ് വഴി ഈശോ ഇടപെട്ട്
ആ പ്രശ്നം ഒരു 10 ദിവസം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ വളരെ വളരെ തുച്ഛമായ ദിവസം കൊണ്ട് ഉണ്ടായ തടസ്സങ്ങളെല്ലാം മാറ്റി ഈ ഒരു വലിയ സംഭവം നടത്തി തന്ന മാതാവിന് 1000 1,00,000 നന്ദിയല്ല, 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ സാക്ഷ്യം നടത്തുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രതിസന്ധിയിലൊക്കെ അതിനുശേഷം ഞങ്ങൾ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടെങ്കിലും പത്രം ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ കടയിലും കൊടുക്കും, ഞങ്ങൾ പള്ളിയിൽ നിന്നിട്ട് കൊടുക്കും. പള്ളികളിലും കൊണ്ട് വെക്കത്തില്ല, ഞങ്ങൾ തന്നെ നേരിട്ട് ഞങ്ങളുടെ കൈ കൊണ്ട് ഓരോരുത്തർക്കും കൊടുക്കും. പിന്നെ എൻ്റെ മോള് ഈ സാമ്പത്തിക പ്രശ്നത്തിലൊക്കെ മൂത്ത മോള് ജോലിയിലുള്ളവൾ ഇടപെടും. അവൾ ഈ പിന്നെ ഇവിടെയൊക്കെ വൃദ്ധസദനത്തിലും ഒക്കെ അനാഥ മന്ദിരത്തിലൊക്കെ ഭക്ഷണം കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞാനും എന്നാൽ കഴിയുന്നതൊക്കെ പിന്നെ ഇവ തന്നെ പ്രാർത്ഥിച്ചെങ്കിലും ഇപ്പോൾ ഈ നൊയമ്പ് സമയത്ത് ഞങ്ങൾ 2 പേരും ഈ രാത്രി കടയിൽ നിന്നും പോയി ഇത്രയും ക്ഷീണത്തിൽ പോയാലും എല്ലാ വെള്ളിയാഴ്ചകളിലും വെളുപ്പിനെ കൃത്യം 4 മണിക്ക് ഞങ്ങളുടെ അവിടുന്ന് ജപമാല പഠിച്ചുകൊണ്ട് ഞങ്ങൾ കുരിശിൻ്റെ വഴിയും പഠിച്ചൊരു 8 കിലോമീറ്ററോളം വരും. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കൊല്ലം കയ്യെട്ടി ഈശോ പള്ളി, തീയത്തുപള്ളി, കാറുമൊക്കെ ചിലർക്കൊക്കെ അറിയാൻ പറ്റും, അവിടെ തീർത്താൽ ഞങ്ങളൊരു 10-25 പേര് കാണും. അതിന് ഞാനും വൈഫും വേറെ 1-2 ചേച്ചിമാർ ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ആ ഒരു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഈ നൊയമ്പ് സമയത്ത് ഈ വെള്ളിയാഴ്ച വെളുപ്പിനെ അത് 4 മണിക്ക് തുടങ്ങിയെങ്കിലേ 6 മണിക്ക് അവിടെ ചെന്ന് കുർബാനയൊക്കെ കണ്ടിട്ട് വരാനൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്തും പറഞ്ഞ് ഈ ഒരു സംഭവം, ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി ഈ ഒരു നിയോഗം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതും അങ്ങനെ പോയത്. അതിനകത്തൂടെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് മാതാവും ഈശോയും വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയ്ക്ക് പോകാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ പള്ളി കുർബാനയ്ക്ക് പോയതിന് ശേഷം ഞങ്ങൾ കടയിൽ പോകാറുള്ളു. പിന്നെ കുമ്പസാരം, കുർബാന എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ രാത്രി എത്ര താമസിച്ചാലും ഞങ്ങൾ കരണക്കൊന്ത പഠിച്ച് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഉറങ്ങും. വെളുപ്പിനെ എഴുന്നേറ്റാൽ ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷ പ്രാർത്ഥന പഠിച്ചിരിക്കും. പിന്നെ ഞങ്ങൾ എവിടെ ഇറങ്ങിയ പോയാലും ഞങ്ങൾ പ്രാർത്ഥിച്ചേ ഇറങ്ങാറുള്ളൂ. ആ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഈശോ ശക്തമായിട്ട് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു വലിയ പ്രതിസന്ധി മാറ്റിത്തന്നതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ നിൻ്റെ തോളിൽ നിന്ന് ഭാരമിറക്കി വെച്ചു, നിൻ്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു, ഞാൻ നിന്നെ മോചിപ്പിച്ചു. സങ്കീർത്തനം 81 6-7 വചനങ്ങളാണ്. ഉടമ്പടിയിൽ ദൈവമാണ് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെക്കുവാനുള്ള ഒരു വലിയ കൃപയുടെ ഒരു സ്ഥലമാണ് കൃപാസനം. ഉടമ്പടി മക്കൾ വിശ്വാസത്തോടെ വിളിക്കുമ്പോൾ ദൈവം മറുപടി നൽകുന്ന ഒരു സന്നിധിയാണ് നാം ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നത്. ഉടമ്പടി പ്രാർത്ഥനയുടെ ശക്തിയാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശ്വാസത്തോടെയുള്ള വിളിക്കുമ്പോൾ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ മക്കളുടെ ജീവിതത്തിൽ, അതായത് ക്ലിറ്റസ് പറഞ്ഞതുപോലെ ജപ്തിയുടെ വക്കിൽ, സങ്കടത്തിൻ്റെ നിമിഷങ്ങളിൽ, തളരുന്ന ദിവസങ്ങളിൽ എന്തു ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത ദിവസങ്ങളിൽ കൃപാസനം അമ്മയെപ്പറ്റി അറിയുകയും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ജപ്തിയുടെ പേപ്പർ ഉണ്ടായിരുന്ന കയ്യിൽ. എമർജൻസി ആയിട്ടുള്ള വ്യക്തികളെ അച്ഛൻ ഉടമ്പടി എടുത്ത ഉടനെ കാണുന്നതാണ്. അങ്ങനെ അവർക്ക് എമർജൻസിയിലായതുകൊണ്ട് ജപ്തി പേപ്പർ കയ്യിലുള്ളത് കൊണ്ട് ദിവസങ്ങൾ ബാക്കിയില്ലാത്തതിനാൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാനുള്ള ഒരു അവസരം ലഭിച്ചു. അച്ഛനെ കാണുകയും അച്ഛൻ അവരുടെ പേപ്പർ എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ജപ്തി നടക്കില്ല എന്ന്. അച്ഛൻ അങ്ങനെ പറയണമെങ്കിൽ അച്ഛന് അമ്മ പറഞ്ഞു കൊടുത്തതാവാം. പരിശുദ്ധ അമ്മ നമുക്കറിയാം, അച്ഛൻ കണ്ട ഒരു വ്യക്തിയാണ്. അമ്മ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം വരുവാൻ പോകുന്നു എന്ന ഒരു വിഷയവുമായിട്ടാണ് അമ്മ വന്നത്. അത് ഏത് ദുരന്തമായാലും അമ്മ നമ്മുടെ കൂടെയുണ്ട്. ആ ദുരന്തത്തെപ്പറ്റി അച്ഛന് പറഞ്ഞതും
അച്ഛൻ്റെ ആത്മീയത അവിടെ പല വ്യക്തികളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അച്ഛനോട് അമ്മ അത് വന്ന് പറയണമെങ്കിൽ അച്ഛന് ആത്മീയതയുടെ ഒരു വലിയ ആസ്തിയിലാണ് അച്ഛൻ അമ്മയെ കണ്ടത്. ആത്മീയ ജീവിതത്തിലുള്ള 40 വർഷത്തെ പുരോഹിത ജീവിതം മാത്രമല്ല, 40-50 വർഷത്തെ ആത്മീയ ജീവിതത്തിൻ്റെ ആസ്തിയിലാണ് പരിശുദ്ധമ്മ ഓരോ കാര്യങ്ങളും അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആ ആത്മീയതയിൽ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ജപ്തി നടക്കില്ല എന്ന്. ഈ മക്കൾ അത് വിശ്വസിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം അത്രയും നാളും നടക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ ജീവിതത്തിൽ നടന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഉടമ്പടി ജപ്തി എടുക്കാനായിട്ട് പേപ്പർ സ്റ്റാറ്റിക്കായി. പിന്നീട് ഉടമ്പടി പുതുക്കുന്ന സമയമായപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഇവിടെ പ്രത്യേകമാരോ ഒരു 2 ദിവസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കി 2 ദിവസം കഴിഞ്ഞപ്പോഴേ പത്രത്തിലൊരു ന്യൂസ് വരികയാണ്. ഉടമ്പടി ഇനി ജപ്തി നടക്കില്ല എന്നുള്ളൊരു ന്യൂസാണ് വന്നത്. ഉടമ്പടി എടുത്ത് പുതുക്കി 2ാമത്തെ ദിവസമാണ് അവർക്ക് ഈ ന്യൂസ് കിട്ടുന്നത്. പിന്നീട് യാതൊരു രീതിയിലും ജപ്തി നടത്താൻ പാടില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് പുതുക്കിയ ദിവസം കിട്ടുന്നത്, പുതുക്കി 2ാമത്തെ ദിവസം കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഈശോയും അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞ പോലെ ഉടമ്പടി എടുത്ത ഉടനെ അച്ഛൻ്റെ വാക്കുകളാണ് ജപ്തി നടക്കില്ല എന്നും, ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷമുള്ള ഗവൺമെൻറ് പ്രഖ്യാപനമാണ് ഇനി യാതൊരു രീതിയിലും ജപ്തി നടത്താൻ പാടില്ല എന്ന ഒരു ഓർഡർ പാസ്സായത്. ഇവിടെയാണ് ഈശോയുടെയും അമ്മയുടെയും ഇടപെടലുകൾ. അസാധ്യമായവ സാധ്യമാക്കി തരുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കാനായിൽ സമയമായില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. ഉടമ്പടിയിലും നമ്മളെ കർത്താവ് പറയുന്ന അവിടെ ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആകാത്ത സമയമാക്കി തരുന്ന അമ്മയാണ്. ഇവിടെ ജപ്തിയായിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത സമയത്ത് ഒരു പുതിയ ഓർഡർ വരികയാണ്. ഇവിടെയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ഇത്രയും നാളുകളായിട്ട് മുടങ്ങിക്കിടന്ന പൈസ അടയ്ക്കാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. പിന്നീട് പെട്ടെന്നാണ് എല്ലാ കാര്യവും മുന്നോട്ട് പോകുന്നത്. വിൽക്കാനിട്ടിരുന്ന സ്ഥലം വിൽക്കാൻ സാധിക്കുകയും അതും ഒരു പേപ്പറിൻ്റെ കരമടച്ച പേപ്പർ വേണമായിരുന്നു. അവിടെ ചെന്നപ്പോഴും പ്രതിസന്ധികളാണ്, തടസ്സങ്ങളാണ്. പക്ഷേ അവിടെയും ഈശോയും അമ്മയുടെ ഒരു ഇടപെടലാണ്. ഒരു നല്ലൊരു കൂട്ടുകാരൻ ട്രാൻസ്ഫറായിട്ട് വരികയും ഓഫീസിൽ വരികയും വിളിച്ച് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്തത്. പിന്നീട് പെട്ടെന്ന് തന്നെ അമ്മയുടെ ഒരു ഇടപെടലാണ് ആ സ്ത്രീയിൽ കൂടെ. പെട്ടെന്ന് റിക്കവറി ഓഫീസിൽ നിന്നുള്ള ആ ഇടപെടൽ, കൂട്ടുകാരൻ്റെ ഇടപെടലും പിന്നീട് ആ സ്ത്രീയുടെ ഒരു ഇടപെടൽ, അതായത് 3 പേപ്പർ പ്രോപ്പർട്ടിയാണ്, അത് ഒരാഴ്ചക്കുള്ളിൽ ശരിയാക്കണം, സമയം വളരെ ചുരുക്കമാണ്, 3 പ്രോപ്പർട്ടി ഒരു തണ്ടത്തിൽ കിട്ടുകയാണ് വേണ്ടത്. പക്ഷെങ്കിൽ അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അത് ഒരു തണ്ടത്തിൽ തന്നെയാണ് എന്ന്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. അങ്ങനെ ആ കരമടയ്ക്കുകയും റെസിപ്റ്റ് ലഭിച്ചതിന് ശേഷം പിന്നീടുള്ളത് എല്ലാം പെട്ടെന്ന് തന്നെയാണ് ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്നത്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ, നമ്മെ ഒരിക്കലും കൈവിടാത്ത അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത് അമ്മയാണ്. ജപ്തി പേപ്പറുമായിട്ട് അമ്മയുടെ അരികിൽ വന്നപ്പോൾ ഈ മകൻ്റെ കണ്ണീര് കണ്ട അമ്മ ആ പേപ്പറുമായിട്ടാണ് ഈശോയുടെ അരികിലേക്ക് പോയത്. അതുപോലെ തന്നെ ജോസഫ് അച്ഛനും ജപ്തി നടക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഇവർക്ക് കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും വിശ്വസിക്കാം, ദൈവം നമ്മുടെ ഭാരങ്ങൾ നീക്കുമെന്നും പ്രാർത്ഥന കേൾക്കുമെന്നും പരീക്ഷണങ്ങളിലൂടെ നമ്മെ ഉയർത്തുമെന്നും നമ്മെ താങ്ങി നിർത്തുമെന്നും നമുക്ക് വിശ്വസിക്കാം. വചനം പറയുന്നത് പോലെ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ ലജ്ജിക്കേണ്ടി വരികയില്ലെന്നാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11-ാം വചനം പറയുന്നത്. നമുക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. നമ്മെ തോളിൽ നമ്മുടെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ നിൻ്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ തോളിലെ ഭാരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നിൻ്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു എന്നാണ്. നമ്മുടെ ഭാരങ്ങളാകുന്ന ആ കുട്ടയിൽ താങ്ങി നിർത്തുന്ന നമ്മളെ കൈകളെ വിടുവിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കഷ്ടകാലത്ത് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മെ മോചിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ കഷ്ടതകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നമ്മൾക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കൃപാസനം ഉടമ്പടി ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ആത്മീയ വഴിയാണ്. ആ ആത്മീയ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ആ കണ്ണീരൊപ്പുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം.
യെശയ്യാ പ്രവാചകൻ 25:8 സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു നിൽക്കും. ആ തുടച്ചു നിൽക്കുന്ന ആ കണ്ണീർ തുടയ്ക്കുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ക്ലീറ്റസിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പേര് ഉഷ റെജി, മുത്തോലിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ 24 മുതൽ കുടുംബടിയിലാണ്. ഞാനും എൻ്റെ മക്കളും ഒക്കെ പ്രാർത്ഥനയിലും പരിശുദ്ധ അമ്മയുടെ ഭക്തരാണ്. അവർ ഞങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഞാൻ അമ്മയുടെ സന്നിധി സമർപ്പിച്ചോളാം എന്ന് ഞാൻ അമ്മയോട് വാക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ മക്കളെയും കൊണ്ട് വന്നതാണ്. എൻ്റെ പേര് ആൻമേരി മാത്യു. ഞങ്ങൾ UK സെറ്റിൽഡാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് അലോക്. ഞങ്ങളുടെ കുഞ്ഞാണ് ഡിയോക്ക്. മാതാവ് തന്ന വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ലാസ്റ്റ് ഇയർ 2025 ഓഗസ്റ്റ് 14 ഞങ്ങൾക്ക് ബേബി ഉണ്ടായത്. എനിക്ക് എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസി ഒരു കുഴപ്പങ്ങളോ ഒരു കോംപ്ലിക്കേഷൻസോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡെലിവറിയുടെ അന്ന് എനിക്ക് ഇൻഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം എനിക്ക് ഡെലിവറി പിന്നെ പ്രോഗ്രസ് ആവാത്തത് കൊണ്ട് സിസേറിയൻ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സിസേറിയൻ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും ഡോക്ടേഴ്സ്, തല തൊട്ട് കാല് വരെ. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് കുഞ്ഞിൻ്റെ തലയിലെ ലെഫ്റ്റ് പരേറ്റൽ ബോൺ എന്ന് പറയും, അത് അവർക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ബോൺ ഉണ്ടോ ഇല്ലയോ എന്ന് ഡോക്ടേഴ്സിന് കൺഫർമേഷൻ പറയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയെത്തി. പെട്ടെന്ന് ഒരു കോംപ്ലിക്കേഷൻസോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ കേട്ടപ്പം ഞങ്ങൾക്കും എന്താണെന്ന്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളൊരു രോഗാവസ്ഥയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കറിയാം എൻ്റെ സിംറ്റംസ് എന്നാണ്, എന്തായിരിക്കും അതിന് കോംപ്ലിക്കേഷൻസ്. ഈ ഒരു സാഹചര്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതെ ഞങ്ങൾ സ്റ്റക്കായിരുന്നു. അപ്പോഴും ആദ്യം ഡോക്ടേഴ്സ് പറഞ്ഞു ചിലപ്പം പ്രൊസീജിയർ ചെയ്തതപ്പം കുഞ്ഞിനെ എടുത്തത് കൊണ്ടൊക്കെയുള്ള സ്വെല്ലിങ് കാരണമായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ ദിവസമായിട്ട് ഡോക്ടേഴ്സ് വന്ന് നോക്കിയിട്ട് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ ഒരു സ്കാൻ ചെയ്തു, സാധാ ഒരു സ്കാന്. അപ്പോഴും അവർക്ക് ഉറപ്പ് പറഞ്ഞില്ല. അങ്ങനെ ഡേ 2 കുഞ്ഞിനെ CT കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ബോണുണ്ട്, വളരെ തിന്നാണ് ബാക്കി ബോൺസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം. അപ്പം അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നോ ഡോക്ടേഴ്സിന് പോലും ഒരു ആൻസർ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷൻ, ഒരു പേരും ഇല്ല. അപ്പം അങ്ങനെ കുഞ്ഞിനെ ഒബ്സർവേഷൻ, വേറെ ഒരു സിംറ്റംസും കൊച്ചിന് കാണിക്കുന്നില്ലായിരുന്നു. സാധാരണ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പാൽ കുടിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ കാണിക്കും. കുഞ്ഞിന് വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ NICUലോട്ട് മാറ്റി. അപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിങ്ങനെ പകച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ നാട്ടിൽ വിളിച്ച് മമ്മിയോട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മി കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയായിട്ട് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് ഒരു ഫോട്ടോ കൊടുത്ത് അച്ഛൻ ഇവിടെ മാതാവിൻ്റെ രൂപത്തിൽ മുത്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളും വളരെ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് എൻ്റെ തൈലമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് 3-4 വർഷമായി പോയിട്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് എൻ്റെ ആൻറ്റി അവിടെ ഒന്ന് മാതാവിൻ്റെ തൈലം കൊണ്ടും തന്നു. അതുപോലെ തന്നെ ആ NICUലുണ്ടായിരുന്ന ഒരു നേഴ്സും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ തലയിൽ പ്രത്യേകിച്ച് നെറ്റിയിലും ആ ബോണിൻ്റെ ആ ഭാഗത്തും വിശുദ്ധ തൈലം കുരിശ് വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ലെഫ്റ്റ് പരേറ്റൽ ബോൺ, അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബോണിനായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും എപ്പോഴൊക്കെ കുഞ്ഞിൻ്റെ അടുത്ത് പോകുന്നു അപ്പോഴെല്ലാം നമ്മൾ വിശുദ്ധ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ക്ലാസ് യൂട്യൂബിൽ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു, കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ പോലും. അപ്പോൾ ഞങ്ങൾ ആ NICUലുള്ള ബാക്കി എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മളെക്കാട്ടിലും വളരെ മോശം അവസ്ഥയിലുള്ള വളരെ അധികം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും 3 ദിവസത്തോളം കുഞ്ഞിനെ ഒബ്സർവേഷനിൽ കിടത്തേണ്ടി വന്നു. ഓരോ ദിവസവും കുഞ്ഞിന് ആ ഇമ്പ്രൂവ്മെൻറ്റ് ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇമ്പ്രൂവ് ആയെന്നോ ഒരു ട്രീറ്റ്മെൻറ്റും കുഞ്ഞിന് കൊടുത്തിട്ടില്ല. ഒബ്സർവേഷന് വേണ്ടി മാത്രമാണ് അവിടെ NICU കൊണ്ടേ കിടത്തിയത്. ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും കുഞ്ഞിൻ്റെ ബോണ് നമുക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ ഫീൽ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ 3-ാമത്തെ ദിവസം കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് റൂമിലോട്ട് വിട്ടു. അപ്പോഴും എനിക്ക് എൻ്റെ ഈ ഓപ്പറേഷൻ്റെ വേദനകൾ, ഈ കുഞ്ഞിൻ്റെ ഈ ഒരു അവസ്ഥ കാരണം ഞാൻ എൻ്റെ വേദനകളൊക്കെ നെഗ്ലക്റ്റ് ചെയ്താണ് ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഫുഡൊക്കെ ഞാൻ കഴിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കെന്നാൽ UTI ആയിരിക്കും എന്ന് പറഞ്ഞ് അവർ അതിന് വേണ്ടിയൊക്കെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടാതിരുന്നത്. അങ്ങനെ
ഞങ്ങൾ ഒരു 4-5 ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. ഒരു രാത്രി മുഴുവൻ ഞാൻ ഛർദ്ദിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നെക്സ്റ്റ് ഡേ വീട്ടിൽ പോവാം, ഇനി ബാക്കിയുള്ള റെഫറലെല്ലാം കുഞ്ഞിൻ്റെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഇതുപോലെ ഛർദി സ്റ്റാർട്ട് ചെയ്തു. ഒരു രാത്രി മുഴുവൻ ഛർദ്ദിച്ചു. പിറ്റത്തെ ദിവസമാണ് അൺഫോർച്ചുനേറ്റ്ലി അന്ന് രാത്രി മുഴുവൻ ഡോക്ടേഴ്സ് ബിസി ആയിരുന്നാണ് പറഞ്ഞിരുന്നത്. വളരെയധികം വിഷമത്തിൽ കൂടെയായിരുന്നു ഞങ്ങളന്ന് കടന്നു പോയത്. ഞാൻ അപ്പോഴും മാതാവിൻ്റെ കാശ് രൂപമുള്ള കൊന്ത എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ദേഹത്തോട് ചേർത്ത് വെച്ച് എൻ്റെ വയറിനോട് ചേർത്ത് വെച്ച് ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ അച്ഛൻ്റെ ക്ലാസ് ഞാൻ എപ്പോഴും ഇങ്ങനെ ധ്യാനം യൂട്യൂബിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇട്ടിരുന്നു. അങ്ങനെ പിറ്റത്തെ ദിവസം CT ചെയ്തു. CT ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എൻ്റെ ബവൽസ് സ്റ്റക്കാണ്, അപ്പം ചിലപ്പോൾ റീഓപ്പൺ ചെയ്യേണ്ട വരും, ഇല്ലെന്നുണ്ടെങ്കിൽ ട്യൂബ് ഇട്ടിട്ട് ബവലിന് ഫുൾ റെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബ് ഇട്ട് എന്നെ ഒബ്സർവേഷൻ റൂമിലോട്ട് മാറ്റി. അങ്ങനെ 3 ദിവസം അവിടെയായിരുന്നു. ആകെ കൊച്ചിന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് IV ഫ്ലൂയിഡ് മാത്രം ഇട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ ക്ഷീണം. ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാണ്, അപ്പം കുഞ്ഞിനെ നോക്കാനുള്ള കാര്യങ്ങളും അങ്ങനെ അത്ര അറിയത്തില്ല, നാട്ടിൽ നിന്നും ആരുമില്ല. അപ്പോൾ ഞങ്ങൾ വളരെയധികം മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഓരോ ദിവസവും മാതാവിൻ്റെ കൃപയാലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു. അപ്പം മമ്മി പറഞ്ഞു, നീ മാതാവിൻ്റെ ഉപ്പിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു, എന്ത് കഴിച്ചാലും മാതാവിൻ്റെ ഉപ്പിട്ട്. ഈവൻ വെള്ളം കുടിച്ചപ്പോൾ പോലും ഞാൻ മാതാവിൻ്റെ ഉപ്പ് കുറച്ച് ഇട്ടിട്ട് വെള്ളം കുടിക്കുകയും കഞ്ഞിയായിട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു കുഴപ്പവും കൂടാതെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ വീണ്ടും ഡിസ്ചാർജ് ആയി അവിടുന്ന് വീട്ടിൽ പോയി. അതിന് ശേഷമാണെങ്കിലും ഞങ്ങൾ മാതാവിൻ്റെ ഈവൻ രാത്രിയിലൊക്കെ ഞാൻ എഴുന്നേറ്റ് കൊച്ചിനെ ഫീഡ് ചെയ്യുമ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിൽ പ്ലേ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വയ്ക്കും. അപ്പോൾ അവനും കൊച്ചും കേട്ടോണ്ടാണ് ഇരുന്ന് ഫീഡ് ചെയ്യുന്നത്. അങ്ങനെ ലണ്ടനിലെ UK മേജർ ഹോസ്പിറ്റൽസായ ഗോഷ്, കിങ്സ് അങ്ങനത്തെ ആശുപത്രിയിലെല്ലാം കുഞ്ഞിന് വേണ്ടി റഫറൽ വിട്ടിരുന്നു. കാരണം എപ്പോഴും CT എടുത്ത് നോക്കാൻ പറ്റില്ല എന്താണ് അവസ്ഥ എന്ന്. അങ്ങനെ ഓരോ പ്രാവശ്യവും സീനിയർ ആയിട്ടുള്ള കൺസൾട്ടൻസ് ആണ് കൊച്ചിനെ കണ്ടത്. ഓരോ ദിവസവും നമ്മൾ ഈ തൈലം കുഞ്ഞിൻ്റെ തലയിൽ വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഒരു കൺസൾട്ടേഷനിൽ പോലും ഒരു ഡോക്ടേഴ്സും ഒരു കൺസേണും പറഞ്ഞില്ല. അവർ ഞങ്ങളോടാണ് ചോദിച്ചത്, എങ്ങനെയാണ് അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയത്, എന്തുകൊണ്ടാണ് ഇതുണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മാതാവ് ഞങ്ങൾക്കും എനിക്കും എൻ്റെ കുഞ്ഞിനും വളരെ വലിയൊരു സൗഖ്യമാണ് തന്നത്. മാതാവിനും ഈശോയ്ക്കും ഞങ്ങളൊരു 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ മോള് അവിടെ നിന്ന് പൈസ തരും. ഞാൻ 10 കെട്ട് പത്രം വെച്ച് ഈ നിയോഗത്തിന് വേണ്ടിയിട്ട് വന്ന് മേടിച്ചു കൊണ്ടുവന്ന് എല്ലായിടത്തും കൊണ്ടുവന്ന് ആശുപത്രികളിൽ കൂടെയും ബസ് സ്റ്റാൻഡുകളിൽ കൂടെ എല്ലാം കൊണ്ടു നടന്ന് വിതരണം ചെയ്യുകയും അനാഥാലയങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടെ ഫുഡ് കൊടുക്കുകയും ഞങ്ങളെ പറ്റുന്ന പോലെ ഉള്ള സഹായങ്ങളെല്ലാം മനുഷ്യർക്കും ചെയ്ത് ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാക്ഷികളായിട്ട് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ഞങ്ങളിൽ ചൊരിഞ്ഞ എണ്ണിയാൽ തീരാത്ത നന്മകൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രഭാഷകൻ 42:15. ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഉഷാ രജി എന്ന ഈ അമ്മയും ആൻമേരി മാത്യു എന്ന ഈ മകളും ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ രോഗസൗഖ്യങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ച സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. പിറന്ന കുഞ്ഞിന് ഒരു വശത്ത് തലയോട്ടിയുടെ വളർച്ചയില്ലാതെ ഏറെ ക്ലേശം അനുഭവിച്ചതാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ സമർപ്പിക്കുന്ന സാക്ഷ്യം. പറയുന്നുണ്ട്, ഡോക്ടർമാർക്ക് പോലും അപരിചിതമായിരുന്ന ഒരു പ്രത്യേക അവസ്ഥ, പ്രഗ്നൻസി കാലത്ത് ഒരിക്കലും തിരിച്ചറിയാതിരുന്ന ഒരു കാര്യം. അവരതുകൊണ്ട് തന്നെ കുഞ്ഞ് ഏത് രീതിയിലാണ് അതിൻ്റെ ബൗദ്ധികമായ ശേഷി, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ മാറും എന്നറിയാതെ ഒബ്സർവേഷനിൽ വെക്കുമ്പോൾ ഈ അമ്മ ഈ കുഞ്ഞിൻ്റെ 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോയുമായി ഈ അൾത്താരയിൽ നിന്ന് ജോസഫ് അച്ഛനെ ഏൽപ്പിച്ചു കൊടുത്ത് അച്ഛൻ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കൊണ്ടുപോയി കുഞ്ഞിന് വേണ്ടി ആശീർവദിച്ച് പ്രാർത്ഥിച്ച് തിരികെ കൊടുത്ത നിമിഷം മുതൽ അവിടെ ഈ കുഞ്ഞിനുണ്ടായ രോഗസൗഖ്യത്തിൻ്റെ മാറ്റങ്ങളാണ് ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, അവിടെ ഒരു നേഴ്സ് ആ കുഞ്ഞിനെ നോക്കുവാൻ വേണ്ടി NICU ഉണ്ടായിരുന്നത് ഉടമ്പടി എടുത്തിരുന്ന വ്യക്തിയായിരുന്നു. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സഹോദരിയായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ പോലും കൂടെ ആരുമില്ലെങ്കിലും അമ്മ മാതാവ് സംരക്ഷിക്കുന്നത് പോലെ കുഞ്ഞിനെ കാത്തുകൊള്ളും എന്നൊരു പ്രത്യാശ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ആ നേഴ്സ് തൈലം പൂശി പ്രാർത്ഥിക്കുകയും ജപമാല ചേർത്ത് വെച്ച് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കറിയാമായിരുന്നു.
മറ്റൊരു ആൻറ്റി അതുപോലെ തന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് കൊടുക്കുകയും അതും കുഞ്ഞിൻ്റെ മേൽ പൂശി പ്രാർത്ഥിക്കുവാനായിട്ട് കുടുംബം ശ്രദ്ധിച്ചിരുന്നുവെന്ന്. ഒരു മരുന്നോ ലേപനമോ ഉപയോഗിക്കാതെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഈ കുഞ്ഞിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആ കുഞ്ഞിൻ്റെ ആ എല്ലിൻ്റെ വളർച്ച ഓരോ ദിവസവും ഫീൽ ചെയ്യുകയും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കുഞ്ഞ് മാറുകയും ചെയ്തുവെന്ന മകൾ സൂചിപ്പിച്ചു. മറ്റ് ആശുപത്രികളിലേക്ക് ഇത് റെഫറലായി കൊടുത്തിരുന്നു. ഒരു റയർ കേസായതുകൊണ്ട് വീണ്ടും കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യപരമായ വിഷയങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലാണ് കുഞ്ഞെന്ന് ഉറപ്പിക്കുവാനായി കൂടുതൽ മികച്ച ആശുപത്രികളിലേക്ക് ഇത് റെഫറൽ കേസായി കൊടുത്തുവെങ്കിലും ഓരോ ഇടത്തും യാതൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തിലാണ് കുഞ്ഞുള്ളതെന്ന സന്തോഷ വർത്തമാനവും ഇതെന്താണ് എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് ചോദിക്കുന്ന അവസ്ഥയുമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, കണ്ണുകൾക്ക് വിശ്വസിക്കുവാനാവാത്തത്, മരുന്നുകൊണ്ട് ഫലമില്ലാത്തത്, ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താനാവാത്തത് ദൈവശക്തിയാൽ സൗഖ്യത്തിലേക്കും സമാശ്വാസത്തിലേക്കും പൂർണ്ണ ആരോഗ്യത്തിലേക്കും അമ്മ മാതാവും തിരുക്കുമാരനും ഓരോരുത്തരെയും നയിക്കും. വിളിച്ച് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം അരികിലുണ്ട് എന്ന ഉറപ്പാണ് ഈ രാവിലെ മുതൽ ഈ അൾത്താരയിൽ ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപൂർവമായ രോഗങ്ങളുടെ അതിവേഗത്തിലുള്ള സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഓരോ കുടുംബവും വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ അൾത്താരയിൽ എടുത്തു പറയുമ്പോൾ അവരോരോരുത്തരും ഒന്ന് പറയും, ഞങ്ങൾ വിശ്വാസത്തോടെ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ പ്രയോഗിച്ചപ്പോഴൊക്കെയും അമ്മ കൂടെ നിന്ന് തിരുക്കുമാരനോട് പറഞ്ഞ് സൗഖ്യം നേടിത്തന്നുവെന്ന്. ഊമർ സംസാരിക്കുന്നത് തലച്ചോറിൻ്റെ എല്ലിൻ്റെ വളർച്ചയില്ലാത്തതിന് എല്ല് പൂർണ്ണ വളർച്ചയിലേക്ക് അതിവേഗം മാറിക്കിട്ടുന്നത്, ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തു ചാടും വിധം കുഞ്ഞിനെ ആരോഗ്യ വിഷയങ്ങളില്ലാതെ ഡെലിവറി ചെയ്യുവാൻ സാധിക്കുന്നത്, ഓരോന്നും ഈ പ്രഭാതത്തിൽ തുടർച്ചയായ അമ്മയുടെ തിരുനടയിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്ത് കുറവുണ്ടെങ്കിലും ഏത് അപകടകരമായ അവസ്ഥയിലൂടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നുവെങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മ കൂടെ നിന്ന് സാന്നിധ്യം കൊണ്ട് ഈശോയുടെ അനുഗ്രഹങ്ങൾ ഏതൊരു കുഞ്ഞിനും, ഉദരത്തിലുള്ള ശിശുവിനും, ജനിച്ചു വീണ കുഞ്ഞിനും നൽകുമെന്നതിൻ്റെ അടയാളമാണ് ഇങ്ങനെ ആവർത്തിച്ച് സ്ഥിരീകരണത്തോടുകൂടി സാക്ഷ്യങ്ങൾ വരുന്നത്. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും സാക്ഷിയായി ഉയർത്തിയതിന് പരിശുദ്ധ അമ്മ മാതാവ് വാഗ്ദാന പേടകമായി സഞ്ചരിക്കുന്ന സഞ്ചാരിയായ കൃപാസന പ്രസാദപുരം മാതാവിനോടും തിരുക്കുമാരനോടും ഒരായിരം കോടാനവട്ടം നന്ദി അർപ്പിച്ചോളുന്നു. എൻ്റെ പേര് സേവ്യർ ജോർജ്. ഇത് എൻ്റെ 3 മക്കളുമാണ്. എൻ്റെ സ്വദേശം തിരുവനന്തപുരം പുല്ലുവിളയാണ്. ഞാൻ 2023 ജനുവരി 24 ആദ്യ ഉടമ്പടി എടുത്തു. ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. 2ാമത്തെ സാക്ഷ്യമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയതായി ഇവിടെ പറയുകയുണ്ടായി. ഈ കൃപാസനം ആലയം എന്താണെന്നും ഏത് രീതിയാണെന്നും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം എൻ്റെ മോള് BSc നഴ്സിംഗ് ബാംഗ്ലൂർ പഠിക്കുന്ന ആ സാഹചര്യത്തിൽ ഭാര്യ മരിച്ചതിന് ശേഷം എൻ്റെ മോൾ അവിടെ നിന്ന് ഡിപ്രഷൻ അടിച്ച് തിരിച്ചു വരികയും അയൽവാസി എന്ന ഒരു സഹോദരി എൻ്റെ മോളെ ഈ കൃപാസനം ആലയത്തിലെത്തിക്കുകയും അങ്ങനെ അതിലൂടെ കൃപാസനം ആലയം എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ കൃപാസനം ആലയത്തിൽ വന്ന് 2023 ജനുവരി 24 ഞാൻ കൃപാസനം ആലയത്തിൽ വന്ന് ആദ്യ ഉടമ്പടി എടുക്കുന്നത്. ആദ്യ ഉടമ്പടിയിൽ ഒരു ചെറിയ ആമുഖം പോലെ ഒരു 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഞാൻ ആദ്യം നല്ലൊരു മദ്യപാനിയായിരുന്നു. ഈ കൃപാസനം ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെ മദ്യപാനം എന്താണെന്ന് നാളിതുവരെ എനിക്കറിയില്ല. അങ്ങനെ ആദ്യ ഉടമ്പടിയിൽ കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ 2ാമത്തെ സാക്ഷ്യമാണ് പറയുവാൻ ഈ ആൾത്താരയിൽ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ചെറിയ കുടിൽ ദൈവം ദാനമായി തന്നിട്ട് 10 വർഷമായിരിക്കുകയാണ്. എൻ്റെ ഭാര്യ ഉള്ളപ്പോഴേ ആ ഭവനം ഞങ്ങൾ പൂർത്തീകരിക്കാതെയാണ് കയറിയത്. ആ ഭവനത്തിൽ ഒത്തിരി മെയിൻ്റനൻസ് വർക്ക് ബാക്കി നിൽക്കവേ എൻ്റെ ഭാര്യയും ഞാനുമായി ഒത്തിരി വട്ടം ചർച്ച ചെയ്യുമായിരുന്നു, എന്നാണ് നമ്മുടെ ഭവനം പൂർത്തിയാകുന്നത്. ഭാര്യ മരിച്ചതിൽ പിന്നെ ഞാനൊരു രോഗിയാകുകയും അതിൽ പിന്നെ ഈ ഭവനം പൂർത്തിയാക്കുവാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പാട് പല വേദികളിലും പല സംഘടനകൾ വഴിയും ഞാൻ ഇറങ്ങി തിരിച്ചു ഈ വാഹനം ഒന്ന് പൂർത്തിയാക്കുവാൻ.
ഒന്നും നടക്കാതെ വന്നപ്പോൾ ഈ കൃപാസനം അമ്മ മാതാവിൻ്റെ ആലയത്തിൽ 10ാമത്തെ ഉടമ്പടിയിൽ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് 2025 ഡിസംബർ 31 മുമ്പ് എൻ്റെ ഭവനം മെയിൻ്റനൻസ് പണി തീർത്ത് തരണമേ എന്ന് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനു മുമ്പ് ഒത്തിരി വട്ടം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒന്നും നടക്കാതെ വന്നു. പരിശുദ്ധ അമ്മ മാതാവിന് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന അമ്മ മാതാവ് 2025 ഡിസംബർ 31 മുമ്പ് എനിക്ക് ഭവനത്തിൻ്റെ മെയിൻ്റനൻസ് പണി തീർക്കണമെന്ന് ഞാൻ അമ്മ മാതാവിനോട് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു സംഘടന വഴി എനിക്കൊരു കുറച്ച് തുക ലഭിക്കുകയും 2025 ഡിസംബർ 25 മുമ്പ് തന്നെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ മെയിൻ്റനൻസ് പണി തീർത്ത് വീട്ടിൽ പഴയതുപോലെ സ്ഥിരതാമസപ്പെടുത്തുവാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ദേത്രകുമാരനും കോടാനുവട്ടം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ 2 കാലിനും വെരിക്കോസ് വാദം പിടിച്ച് ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി. ആയുർവേദ ഹോസ്പിറ്റലുകളിലും മെഡിസിന് പരമായും ജൂബിലിയിലും കിംസിലും ഗവൺമെൻറ് ആശുപത്രികളിലും ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി. 7 വർഷത്തോളം ഞാൻ ഒരുപാട് കഠിനവേദന അനുഭവിച്ചു. ലാസ്റ്റിൽ അവർ 10 ലക്ഷം രൂപയാണ് സർജറിക്ക് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയുണ്ടായി, സർജറി ചെയ്താൽ ഗുണമുണ്ടാവുമോ? അപ്പോൾ അവർ പറഞ്ഞത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അംഗവൈകല്യം വരാം. ഈ പാവപ്പെട്ട എന്നെ കൊണ്ട് 10 ലക്ഷം രൂപ എടുത്ത് മറിക്കുവാനുള്ള സാമ്പത്തിക ഉന്നതങ്ങളിൽ ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ കാല് വയ്യാതെ 1.5 വർഷത്തോളം ജോലിയില്ലാതെ വീട്ടിലായി കഴിയുന്ന എന്നോട് ഈ 10 ലക്ഷം രൂപ ചോദിച്ചാൽ എന്നെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറത്തുമാണ്. ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിനോട് മുട്ടിപ്പായിച്ച് പ്രാർത്ഥിച്ച് ഈ 2026 മെയ് 31 മുമ്പ് സഭിക്കം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം പഠിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ആ കാലിന് നല്ലൊരു മാറ്റം സംഭവിച്ചു തുടങ്ങുകയും 1.5 വർഷക്കാലം പണിക്ക് പോകാതിരുന്ന എനിക്ക് ഇപ്പോൾ 1.5 മാസം കൊണ്ട് ചെറിയ ജോലിക്ക് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്നു. അതിനും ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുവട്ടം നന്ദി അർപ്പിക്കുന്നു. ഉടമ്പടി വസ്തു വിശ്വാസ പ്രമാണം പഠിച്ച് പുരട്ടിയതിൻ്റെ ഫലമായിട്ടാണ് 2 കാലിനും സൗഖ്യം ലഭിച്ചത്. അതുപോലെ ഈ നിൽക്കുന്ന എൻ്റെ കൊച്ചുമോൾ സോജിമോൾക്ക് ചായ കാലിൽ കമന്ന് 2 കാലും വെന്ത് പൊള്ളി തൊലി ആകെ ഉരിഞ്ഞു വളരെ സെപ്റ്റിക്കായി വളരെ സങ്കടകരമായ അവസ്ഥയിലായിരുന്നു. ഈ 2 മക്കളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് 2024 ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് മോളുടെ കാല് കണ്ട് വല്ലാത്ത സങ്കടം തോന്നി. ഞാനന്ന് പണിക്ക് പോവാതെ ആ രാത്രിയിൽ ഞാൻ അമ്മ മാതാവിനോട് മുട്ടിപ്പായിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ ഉടമ്പടി അഭിഷേകം തൈലം കൊണ്ട് പുരട്ടി ഞാൻ അമ്മ മാതാവിനോട് ഇങ്ങനെ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. അമ്മേ മാതാവേ, നാളെ രാവിലെ പുലർച്ചെയാകുമ്പോൾ ഈ മകൾക്ക് നല്ല സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഏകദേശം രാത്രി 1:30 മണി വരെ സമയം വരെ ഞാൻ മോളുടെ അടുത്ത് ഉടമ്പടി വസ്തുവുമായി വിശ്വാസ പ്രമാണം പഠിച്ച് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേന്ന് രാവിലെ നല്ലൊരു അത്ഭുതം അമ്മ മാതാവ് കാണിച്ചു തരികയും ഏകദേശം 175% കാലിൽ കരഞ്ഞ് നല്ലൊരു മാറ്റം തന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്ത അമ്മ മാതാവിനും തിരക്കുമാരനും കോടാനുവട്ടം നന്ദി അർപ്പിക്കുന്നു. എൻ്റെ അടുത്തായി നിൽക്കുന്ന എൻ്റെ മൂത്തമകൾ സോനാമോൾ, എൻ്റെ വൈഫ് മരിച്ച് BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിപ്രഷൻ അടിച്ച് തിരിച്ചു വന്നതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എക്സാം ടൈമിൽ മോൾക്ക് വല്ലാത്ത പ്രഷർ ഉണ്ടാവുകയും ഡിപ്രഷൻ അടിക്കുകയും ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ച് മോള് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. എൻ്റെ പേര് സോന. ഞാൻ റീസെൻ്റായിട്ട് BSc ഗ്രാജുവേറ്റ് ഇറങ്ങിയതാണ്. 2026 ജനുവരി 6 തീയതിയാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പായി എൻ്റെ അച്ഛൻ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിൽ എന്നെക്കുറിച്ച് നിയോഗം വെച്ച് സമർപ്പിച്ചതിൻ്റെ സാക്ഷിയായാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അപ്പോൾ അമ്മ മരിച്ച സമയം ഒരു ഫൈനൽ എക്സാമിൻ്റെ സമയത്തായിരുന്നു. ആ സമയത്ത് എനിക്ക് എക്സാമിൽ നന്നായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനാവുകയും ഡൗണായിട്ട് വീട്ടിൽ വരികയും ചെയ്തു. അങ്ങനെ അച്ഛൻ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിൽ നിയോഗം വെച്ചായിരുന്നു. ഫസ്റ്റ് ഇയറിൽ നല്ല മാർക്കോടെ തന്നെ പാസ്സാവണം, എക്സാമൊന്നും എഴുതാണ്ടിരിക്കാൻ സാധിക്കല്, നല്ല രീതിയിൽ എഴുതി എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് പോകുമ്പോൾ തന്നെ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ടുപോകുമായിരുന്നു.
അങ്ങനെ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഉടമ്പടി ഉപ്പ് കൈ പിടിച്ച് പ്രാർത്ഥിക്കും, അമ്മ എനിക്കെല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം വരണം, അറിയാത്തത് വരാൻ പാടില്ല. അങ്ങനെ ഞാൻ എക്സാം തുടങ്ങുമ്പോൾ ഉപ്പ് എടുത്ത് കൈ മുറുകെ പിടിച്ച് ഞാൻ എക്സാം എഴുതി. അറിയാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാനിങ്ങനെ അമ്മ മാതാവിൻ്റെ ഉപ്പ് മുറുകെ കൈ പിടിച്ച് പ്രാർത്ഥിക്കും, അമ്മ മാതാവ് ഇതിൻ്റെ പ്രോപ്പർ ആൻസർ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് എഴുതാൻ പറ്റും. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയറിലെ എക്സാം എഴുതി. അപ്പോൾ ഞാൻ അമ്മയോട് ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, ഒത്തിരി ഒന്നും വേണ്ട, എന്നൊന്ന് പാസ്സാക്കി തന്നാൽ മതി. പക്ഷെ അമ്മ മാതാവ് ഞാൻ ചോദിച്ചതിലുപരിയായി ഡിസ്റ്റിങ്ഷൻ നൽകി എനിക്ക് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ അച്ഛനിങ്ങനെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരാപത്തുണ്ടാവാണ്ട് ഈ 4 വർഷവും എനിക്ക് നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന്. അതിൻ്റെ ഫലമായി 4 വർഷവും എനിക്ക് ഡിസ്റ്റിങ്ഷൻ നൽകി തന്നെ അനുഗ്രഹിച്ചു. തേർഡ് ഇയർ എക്സാം സമയത്ത് റിസർച്ച് സബ്ജക്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റായിരുന്നു. പക്ഷേ ആ എക്സാം സമയത്ത് എനിക്ക് ഫിസിക്കലി ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി ഇങ്ങനെ പറഞ്ഞു, ഇത്രയും നടന്ന എക്സാമിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാം റിസർച്ച് ആയിരുന്നു, അപ്പോൾ എല്ലാവരും ജയിക്കും. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലൊരു ടെൻഷനായിരുന്നു. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആ എക്സാം നന്നായിട്ട് എഴുതിയിട്ടില്ല, എനിക്കത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. ഞാൻ എല്ലാവരുടെ മുമ്പിൽ എല്ലാവരും സിമ്പിളാണെന്ന് ചോദിച്ചപ്പോൾ ആ സിമ്പിളാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മാതാവിനോട് മാത്രമേ പറഞ്ഞുള്ളൂ, മാതാവേ ഞാനത് നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല, അത് നിനക്കറിയാം, എൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ പോയി, ഇനി നീയാണ് അതിൽ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ തേർഡ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ആ സബ്ജക്റ്റിനായിരുന്നു. തേർഡ് ഇയറിലും എനിക്ക് ഡിസ്റ്റിങ്ഷൻ നൽകി തന്നെ മാതാവിനെ അനുഗ്രഹിച്ചു. ഫോർത്ത് ഇയറിൻ്റെ എക്സാം സമയത്ത് ഞാനിവിടെ തിയറി എക്സാമിന് മുമ്പ് ഇവിടെ വരികയുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനെ എനിക്ക് സാക്ഷിയാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അന്ന് കുറേ തടസ്സങ്ങൾ കാരണം എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ അച്ഛൻ നിയോഗത്തിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫോർത്ത് ഇയറിൽ നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ ഞാൻ തിയറി എക്സാമിന് പോയി. തിയറി എക്സാം കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമിൽ ഒരു പീരീഡ് ലീവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ എനിക്ക് എന്തായാലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പ് ഇവിടെ വന്നു, ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഹോസ്റ്റലിൽ എന്നും രാവിലെ എഴുന്നേറ്റ് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് തിരിയിൽ 7 എന്നുള്ള സംഖ്യ തെളിഞ്ഞു വന്നു. എനിക്കപ്പോൾ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ അടുപ്പിച്ചൊരു 3-4 ദിവസം 7 എന്നുള്ള സംഖ്യ ഇങ്ങനെ തിരിയിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, അവളോട് ഞാനിങ്ങനെ പോയി പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല, 4 ദിവസം അടുപ്പിച്ച് ഒരേ സംഖ്യ തന്നെ ഇങ്ങനെ തിരിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യവും ഇല്ലാണ്ട് മാതാവ് ആ സംഖ്യ നിന്നെ കാണിക്കില്ല, എന്തായാലും നീ വെയിറ്റ് ചെയ്യ്, നിൻ്റെ ജീവിതത്തിൽ ആ സംഖ്യയുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഫോർത്ത് ഇയർ റിസൾട്ട് വന്നു. അപ്പോൾ ഈ ഫോർത്ത് ഇയർ റിസൾട്ട് വരുന്ന സമയത്താണ് ഈ 4 വർഷത്തെയും റാങ്ക് ലിസ്റ്റിൻ്റെ ലിസ്റ്റ് വരുന്നത്, യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ്. അങ്ങനെ ഞങ്ങൾ റിസൾട്ട് വന്ന ആ രാത്രി തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ ഇത് വന്നു, ഗ്രൂപ്പിൽ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രൂപ്പിൽ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, കയറി നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾ എന്തിനാണ് നോക്കുന്നത്, നമുക്ക് എന്തായാലും ഇതിൽ നമ്മുടെ പേരൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ നോക്കുന്ന കാര്യമില്ല, അതും ഒരു യൂണിവേഴ്സിറ്റിക്കകത്തുള്ള എല്ലാ പിള്ളേരുടെയും ഇതുമായിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ്, അപ്പോൾ നമ്മുടെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അല്ല നീ കയറി നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി നോക്കിയപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയറിലും തേർഡ് ഇയറിലായിട്ട് 2 വർഷം എനിക്ക് സബ്ജക്റ്റ് റാങ്ക് നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അതിലെടുത്ത് പറയേണ്ട ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ, ഞാൻ തേർഡ് ഇയറിൽ ഏത് സബ്ജക്റ്റാണോ ടഫ് എന്ന് പറഞ്ഞിരുന്നത്, തേർഡ് ഇയറിൽ ഏത് സബ്ജക്റ്റാണ് ഞാൻ അമ്മ മാതാവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചത്, ആ സബ്ജക്റ്റിന് എനിക്ക് 7th റാങ്ക് നൽകി എന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആ തിരിയിൽ തെളിഞ്ഞ 7 വെറുതെ അമ്മ മാതാവ് എന്നെ കാണിച്ചതല്ല, ആ ടഫായിട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ആ സബ്ജക്റ്റ് റാങ്കോട് തന്നെ എന്നെ പാസ്സാക്കാനായിരുന്നു അമ്മ മാതാവിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ്, ഇറ്റ്സ് ബൈ ഗ്രേസ്. ഇത്രയും അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടിനും നന്ദി. ഇവിടുന്ന് എല്ലാ മാസവും കിട്ടുന്ന പത്രം ഞാൻ വന്ന് മേടിക്കും. അഥവാ സപ്പോസ് ഏതെങ്കിലും മാസം വരാതെ മുടങ്ങിയാൽ ഒരുമിച്ച് മേടിച്ചുകൊണ്ടുപോയി തൊട്ടടുത്തുള്ള 5-10 കിലോമീറ്റർ ദൂരത്തിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാനും മക്കളുമായി ഒരുമിച്ച് പോയി പ്രാർത്ഥന പഠിച്ച് കൊടുക്കാറാണ് പതിവ്. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഒരു രോഗിയായതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിച്ച് കഴിയുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ആ കടം മേടിക്കുന്ന പൈസയിൽ നിന്നും 2 മാസം 3 മാസം കൂടുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ 10 പേർക്ക് ഫുഡ് ഉണ്ടാക്കി ഈ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും ഭിക്ഷയാചിച്ചിരിക്കുന്ന ആ 10 വ്യക്തികൾക്ക്
ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഒരു നേരത്തെ ഭക്ഷണം, അതായത് ഊണ് റെഡിയാക്കി പൊതിഞ്ഞ് അവരുടെ കൈകളിൽ എത്തിക്കുകയുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൂടാതെ ഞാൻ അനാഥാശ്രമങ്ങളിൽ ഇങ്ങനെ പോവുകയും അവർ പൈസ തരികയും അവർക്ക് മീൻ മേടിച്ച് അവിടെ കൊണ്ടുപോയി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് കട്ട് ചെയ്ത് ഫ്രഷാക്കി ക്ലീൻ ചെയ്ത് കൊടുത്ത് അവരെ നോക്കി പരിപാലിച്ച് വരികയാണ് എൻ്റെ പതിവ്. ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നത് 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുമ്പസാരിക്കും, പള്ളിയിൽ പോകും. പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും പോവും. ഇപ്പോൾ ജോലിക്ക് 1.5 മാസം കൊണ്ട് പോകുന്നത് കാരണം എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്നില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ മുഴുവൻ ഖുർആനിൽ പങ്കെടുക്കാൻ സാധിക്കും. പിന്നെ കുടുംബ ജപമാല എല്ലാ ദിവസവും വൈകുന്നേരം ചൊല്ലും. പിന്നെ രാവിലെ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലുവാൻ ഞാൻ 4:45 എണീറ്റ് റെഡിയായി 5:30 പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യും. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇത്രത്തോളം വളർത്തിയ പരിശുദ്ധ അമ്മ മാതാവിനും ദേവതൃകുമാരനും കോടാനുവട്ടം നന്ദി അർപ്പിക്കുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ടോക്ക് ഓരോ ദിവസവും കേൾക്കുകയും എനിക്കറിയാവുന്ന ഓരോ ഗ്രൂപ്പിലും ഞാൻ ഷെയർ ചെയ്യുന്ന വ്യക്തിയുമാണ്. ഇനി മുന്നോട്ട് എൻ്റെ ആയുസ് ഒടുങ്ങുന്നത് വരെ അമ്മ മാതാവിൻ്റെ ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയുവാൻ, അമ്മയുടെ അടിമയായി ജീവിക്കുവാൻ എനിക്കും എൻ്റെ മക്കൾക്കും അനുഗ്രഹിച്ച് അമ്മ മാതാവിനും ദേവതൃകുമാരനും കോടാനുവട്ടം നന്ദി അർപ്പിക്കുന്നു. ഞാൻ അവരുമായി ശാശ്വതമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം വചനമാണ്. നമുക്കറിയാം, കൃപാസനം അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കുന്നത് അമ്മയുടെ സമയച്ചുരുക്കത്തിൻ്റെ ആ സാന്നിധ്യമാണ്. ഈ മകനും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, ഡിസംബർ 31. ആ ആഗ്രഹപ്രകാരം 10-ാം ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അന്നു മുതൽ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അത്രയും നാൾ പല സംഘടനകളെയും പോയി കണ്ടിരുന്നു. പക്ഷെങ്കിൽ ഈ ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു അപ്രത്യക്ഷമായ ഒരു രീതിയിൽ ഒരു സംഘടന സഹായിക്കുകയായിരുന്നു. ഇവിടെയാണ് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഇടപെടൽ നാം മനസ്സിലാക്കുന്നത്. സമയച്ചുരുക്കത്തിന് മേലധികാരിയായ അമ്മ, സമയത്തിന് സ്വാധീനമുള്ള അമ്മ. കാനായിൽ അന്ന് പറഞ്ഞത് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്. ഒരുപക്ഷെ സേവ്യർ ജോർജ് എന്ന സഹോദരൻ തൻ്റെ ജീവിതത്തിൽ അമ്മ പറഞ്ഞതുപോലെ ചെയ്ത്, അതുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞത്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. അതിന് പ്രകാരമാണ് അമ്മ ആഗ്രഹിച്ച ആ ദിവസത്തിന് മുൻപ് തന്നെ ഈ മകന് ഒരു നല്ലൊരു ഭവനം നൽകി ദൈവം അനുഗ്രഹിക്കുകയായിരുന്നു. അത് ഇവിടെ ഈ മകൻ പറയുന്നത്, എനിക്കതിനുള്ള കൃപയില്ല, എനിക്കതിനുള്ള മെറിറ്റില്ല, എനിക്കതിനുള്ള കഴിവില്ല, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെയാണ് എനിക്ക് ഈ ഭവനം പൂർത്തിയാക്കാൻ സാധിക്കുകയും 31 ഡിസംബർ 31 മുമ്പ് ഈ ഭവനത്തിൽ താമസിക്കുവാൻ സാധിക്കുകയും ചെയ്തുവെന്നാണ്. പിന്നീടുണ്ടായിരുന്ന രോഗസൗഖ്യമാണ്. 7 വർഷത്തോളം ഉണ്ടായിരുന്ന രോഗസൗഖ്യം. 10 ലക്ഷം കൊടുക്കുമെങ്കിൽ സർജറി ചെയ്യാമെന്നാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്. പക്ഷെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാരണം, കുടുംബത്തിൽ അമ്മയില്ല, മക്കളെ നോക്കണം, ആ പ്രശ്നങ്ങളൊക്കെ കാരണം, ബുദ്ധിമുട്ടുകൾ കാരണം ഓപ്പറേഷന് പോയില്ല. വീണ്ടും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വെരിക്കോസ് എന്ന അസുഖം, 7 വർഷത്തോളം ഉണ്ടായിരുന്ന അസുഖമാണ് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ സൗഖ്യപ്പെടാൻ സാധിച്ചത്. അതും ഇവിടെയും ഈ മകൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. മെയ് 31 മുമ്പ് എനിക്കൊരടയാളം തന്ന് അമ്മ ഈ വെരിക്കോസ് വെയിൻ്റെ അസുഖം സർജറി ഇല്ലാതെ എനിക്ക് സൗഖ്യപ്പെടുത്തണമേ എന്നാണ് മകൻ പ്രാർത്ഥിച്ചത്. ഇവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തന്നെയാണ് മകൻ്റെ പ്രാർത്ഥന കേൾക്കുകയും 31 മെയ്ക്ക് മുമ്പ് തന്നെ ഒരടയാളം നൽകി മകനെ അനുഗ്രഹിക്കുകയും ചെയ്തത്. മകൾക്ക് പൊള്ളലേറ്റപ്പോഴും രാത്രി മുഴുവനും കണ്ണീരോടെ പ്രാർത്ഥിച്ച അച്ഛനാണിത്. അവിടെയും ഉടമ്പടി വസ്തുക്കളായ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ആ ഇൻഫെക്ഷനിൽ നിന്ന് റിലീസാവുകയാണ് ചെയ്തത്. മകളുടെ BSc എക്സാമിന് അമ്മ മരിച്ചതിൻ്റെ ദുഃഖത്തിൽ സങ്കടപ്പെട്ടിരുന്നപ്പോൾ നമ്മുടെ ബലഹീനതയിലെ നിമിഷങ്ങളിലാണ് കൃപ വർക്ക് ചെയ്യണത്. ആ ബലഹീനതയുടെ നിമിഷത്തിലും ഈ അച്ഛനും മക്കളും പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്
4 വർഷവും നല്ല രീതിയിൽ പഠിക്കുവാൻ സാധിക്കുകയും അമ്മയുടെ ഈശോയുടെയും കൃപയും അനുഗ്രഹവും ഈ മകളുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് അവരെ സഹായിച്ചത്. ഫൈനൽ ഇയറിൽ മെഴുകുതിരിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാം പച്ചത്തിരിയും നീലത്തിരിയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് പ്രാർത്ഥിച്ചപ്പോൾ 7 എന്ന നമ്പർ ഈശോ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അവിടെയും ഈ മകൾ വെയിറ്റ് ചെയ്ത് എന്തായിരിക്കാം ഈ 7 എന്ന കാര്യം. അത് പിന്നീടാണ് മനസ്സിലായത്. 7 ഈ മകൾക്ക് 7ാം റാങ്ക് നൽകിയാണ് അമ്മ അനുഗ്രഹിച്ചത്. ഇവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം, അമ്മ തന്നെയാണ് ഇത് നടത്തിയത്. കാരണം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് ഈ മകൾ ഇവിടെ നിൽക്കുന്നത്. 7 എന്ന ഡേറ്റ്, ഡിസംബർ 7 അമ്മ മാതാവ് കൃപാസനം അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസം. ആ 7 എന്ന ഡേറ്റിലാണ് ഈ മകൾക്ക് 7 എന്ന നമ്പർ മെഴുകുതിരിയിൽ കാണുകയും 7ാം റാങ്കിൽ പാസ്സാകാൻ സാധിക്കുകയും ചെയ്തത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഡേറ്റിട്ട് പ്രാർത്ഥിക സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ സ്വാധീനമാണ് ഇവിടെ കാണുന്നത്. ഈ മകന് പിന്നീട് പറഞ്ഞത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അതായത് നമുക്കറിയാം, നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുകയാണ്. അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ഒരു തീക്ഷ്ണമായ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് സേവ്യർ ജോർജും മക്കളും കൂടെ ചെയ്യുന്നത്. മക്കളും ഈ അച്ഛനും കൂടെ ഒന്നിച്ചാണ് പത്രം കൊടുക്കുവാൻ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞത്, ഇല്ലായ്മയിൽ നിന്ന് വിധവയുടെ ചില്ലിക്കാശ് പോലെയാണ് ഈ മക്കൾ ഫുഡുണ്ടാക്കി, അമ്മയില്ല, അച്ഛനും മക്കളും കൂടെ ഫുഡുണ്ടാക്കിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അവിടെയും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ആ കൃപയാണ് ദൈവം നൽകിയിരിക്കുന്നത്. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ആ സ്നേഹം അറിയിക്കാനാണ് കൃപാസനം അമ്മയുടെ അനുഗ്രഹങ്ങളും ആ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ പറ്റി മറ്റുള്ളവർക്ക് അറിയിക്കാൻ ഈ മക്കളും അച്ഛനും എടുക്കുന്ന ആ തീഷ്ണത. ഇതാണ് ആത്മാർത്ഥമായ ഒരു ബന്ധം. ഉടമ്പടിയിലെ ആ ബന്ധമാണ് നമുക്കുടെ ജീവിതത്തിലും വേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ മകൻ പറഞ്ഞത്, ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് അവിടെ കാശ് കൊടുക്കാനായിട്ടുള്ള ഇതില്ല. കാരണം വെച്ചാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെ പോയി മീൻ വെട്ടിക്കൊടുക്കുമെന്ന്. ഓരോ രീതികളിലാണ് പലരും പല രീതിയിലാണ് ഈശോയുടെ അമ്മയോടുള്ള സ്നേഹം കാണിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ സ്വന്തം കഴിവുകൾ പറ്റാവുന്ന രീതിയിൽ ഈ മകൻ അവിടെ പോയി മീൻ മേടിച്ചുകൊണ്ട് വന്ന് മീൻ വെട്ടിക്കൊടുക്കുകയാണ് അവർക്ക് വേണ്ടി. ഇതും ഒരു വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈശോ അത് കാണാതിരിക്കുന്നത്? ഇത് തന്നെയാണ് പറയുന്നത്, ഞാൻ അവരുമായി ഒരു ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും, അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരികയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം നമ്മളിൽ നിന്നും ഒരിക്കലും പിന്തിരികയില്ല. അത് തന്നെയുമല്ല, അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ഭക്തി ഇവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. ആ നിക്ഷേപിക്കപ്പെട്ട ഹൃദയത്തിൽ നിക്ഷേപിച്ച ഭക്തിയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ അച്ഛനെയും മക്കളെയും അമ്മയുടെ സന്നിധിയിലെത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ നന്മയിൽ തുടർന്നുകൊണ്ട് പോകുവാനായിട്ട് നമുക്കുമുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവർ എന്നിൽ നിന്ന് പിന്തിരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിലും ആ ഭക്തി ദൈവം നമ്മളിൽ നിക്ഷേപിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിലും നിക്ഷേപിക്കുവാനായിട്ടുള്ള ആ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സേവ്യർ ജോർജിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ മക്കൾക്കും ഈ അച്ഛൻ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജലി, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രമോദ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയല്ല, എനിക്ക് പത്രം കിട്ടുകയാണ് ഉണ്ടായത്. അത് ഞാനൊരു പാർലർ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ എനിക്ക് ഒരു കുട്ടി കൊണ്ട് തരികയും, പക്ഷേ ഞാനതൊരു വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങി, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് കരുതി ഞാനത് വാങ്ങി സൂക്ഷിച്ചു വെച്ചു. പക്ഷേ ഞാനത് വായിച്ചു നോക്കാനോ ഒന്നും പോയില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ അമ്മ ഡയാലിസിസിലേക്ക് വരികയും അങ്ങനെ ഞാൻ എൻ്റെ പാർലർ ക്ലോസ് ചെയ്യേണ്ടി വന്നു. അമ്മ എൻ്റെ കൂടെയായിരുന്നു ശുശ്രൂഷകൾക്കൊക്കെ ആയിട്ട്. അങ്ങനെ അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അയൽവാസിയായ കുട്ടിയും എനിക്ക് കൃപാസനം പത്രം കൊണ്ടു തരികയും, പക്ഷേ ഞാൻ അപ്പോഴും വായിച്ചില്ല. പക്ഷേ ഞാൻ വാങ്ങി എൻ്റെ പൂജാമുറിയിൽ കൊണ്ടുവച്ചു. പക്ഷേ അമ്മ ആ മാസം തന്നെ ആ വർഷം 2019 അമ്മയും അച്ഛനും 2 മാസത്തെ വ്യത്യാസത്തിലും മരിച്ചു പോവുകയും, അവരുടെ മരണത്തെ തുടർന്ന് എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് തോന്നി. ഒരു ആരുമില്ലല്ലോ എന്നുള്ള തോന്നലും അതിലുപരി ഒരു മരണഭയമായിരുന്നു എനിക്ക്. കാരണം രാത്രി എനിക്ക് ഉറക്കമില്ല. കാരണം എനിക്ക് പിന്നീടുള്ളത് എൻ്റെ ഹസ്ബൻഡും മകനും മാത്രമാണ്. അപ്പോൾ രാത്രിയിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എണീറ്റിട്ട് ഇവർക്ക് ശ്വാസമുണ്ടോ ജീവനുണ്ടോ ഇങ്ങനെ നോക്കി നടക്കുകയാണ് രാത്രിയിൽ മൊത്തം. എനിക്ക് ഉറക്കമില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്കൊരു പനി വരികയും, ഞാൻ ആ സമയത്ത് എപ്പോഴും എനിക്ക് പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും കാണുകയോ ചെയ്യും വെറുതെ ഇരിക്കുമ്പോൾ.
അപ്പം എനിക്ക് തലവേദന കാരണം എനിക്ക് യൂട്യൂബ് നോക്കാൻ കഴിയാതെ വരികയും ഈ കൃപാസനം പത്രത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരികയും ഞാൻ അതെടുത്ത് വായിക്കുകയും ചെയ്തു. ആ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടായത് ഇതെനിക്കൊന്ന് പറഞ്ഞു തന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ, കാരണം ഇങ്ങനെ ഒരു അനുഭവ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ രോഗസൗഖ്യം കിട്ടിയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഈ പത്രത്തെക്കുറിച്ച് എൻ്റെ തന്നിരുന്നുവെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാമായിരുന്നുവെന്നും അമ്മ ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവനോടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നുവെന്നുണ്ടായിരുന്ന ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായി. കാരണം അമ്മയ്ക്ക് അന്ന് മരിക്കുമ്പോൾ 64 വയസ്സ് മാത്രമേ ഉള്ളൂ, അച്ഛനും. അതിനുശേഷം ഞാൻ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കാറുള്ളത്. അന്ന് ഞാൻ കിടന്നപ്പോൾ ഞാൻ അന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് കിടന്നത്. മാതാവേ, എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭവനത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കൊരു സംരക്ഷണ വലയം അവിടുന്ന് തിരുകുമാരനും തീർത്തു തരണമെന്ന് പ്രാർത്ഥിച്ചാണ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങി. രാവിലെ പിറ്റേന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞായിരിക്കും. ആ സമയത്ത് ഒന്ന് ചുമച്ച് ഞാൻ നോക്കുമ്പം സൈഡിലേക്ക് ഇങ്ങനെ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർത്തി മോനോട് തമാശ കാണിച്ചിട്ട് അങ്ങനെ തമാശ കാണിക്കുകയാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ആ ടേബിളിലുണ്ടായിരുന്ന എൻ്റെ ആ കറി വെച്ചിരുന്ന ബൗളും കഴിച്ചിരുന്ന പാത്രങ്ങളും ഒക്കെ ആയിട്ട് താഴേക്ക് വീഴുകയാണ്. ഈ പാത്രങ്ങളൊക്കെ പൊട്ടി. അപ്പോഴും പെട്ടെന്ന് ഞാനൊരു തമാശയാണ്, കാരണം എൻ്റെ ഈ ബൗളും എല്ലാം പൊട്ടിയതിൻ്റെ ചമ്മലിൽ കിടക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നി ഇത്രയും സമയം ഇങ്ങനെ കിടക്കുമോ എന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് നിലവിളിക്കുകയും +1 ആണ് എൻ്റെ മോൻ പഠിക്കുന്നത്. അവൻ ഓടി വന്നിട്ട് അമ്മ സമാധാനിക്കുമെന്ന് പറയുകയും, പക്ഷേ ഇത്രയും വെയിറ്റുള്ള ഒരാളെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു അടുത്ത വീട്ടിലെ ചേട്ടനെയൊക്കെ പോയി വിളിക്കും മോനെ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയം എങ്ങനെയാണോ വീണത് അതേപോലെ തിരിച്ച് കസേരയിലേക്ക് കയറിയിരിക്കുക ഹസ്ബൻഡ്. അപ്പം ഞാനോർത്ത് ഇതെന്താ സംഭവം എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. കാരണം നമ്മൾ ഈ കാസറ്റൊക്കെ റിവൈൻഡ് ചെയ്യുമല്ലോ പണ്ട്. ആ റിവൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് അടിക്കുമ്പോൾ പോകുന്ന പോലെ എങ്ങനെ വീണോ പിടിച്ചൊന്നും അല്ല എണീക്കുന്നത്, അതേപോലെ കയറിയിരിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ അന്തിച്ച് നോക്കുന്ന കണ്ടിട്ട് ഹസ്ബൻഡ് ഇതൊന്നും അറിയുന്നില്ല, വീണതൊന്നും അറിയുന്നില്ല. അപ്പം ഞങ്ങളുടെ നോട്ടം കണ്ടിട്ട് ചോദിച്ചു എന്ത് പറ്റി, കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനും മോനും പറഞ്ഞു ഇത് എന്താ കാണിച്ചത്, ഇങ്ങനെ വീണതൊന്നും അറിഞ്ഞില്ലേ, എവിടെ വീണു എന്നൊക്കെ ഒന്നും അറിയാതെ ചോദിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഞാൻ കാണിച്ചതേ കണ്ടില്ലേ പാത്രങ്ങളൊക്കെ പൊട്ടിക്കിടക്കുന്നത്. അപ്പോൾ അത് വേണേൽ തറച്ച് കയറാം, കാരണം ചെവിയുടെ കാതിൻ്റെ സൈഡിലോട്ടൊക്കെയാണ് ഇതിൻ്റെ ചില്ല് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം ഞാൻ അമ്മയും അച്ഛനും മരിച്ചുവെങ്കിലും മരിച്ച് വീഴുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല, മരിച്ചു കഴിഞ്ഞാണ് അവിടെ പോകുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ മുന്നിൽ ഇങ്ങനെ വീണപ്പോൾ അതും ഹസ്ബൻഡ്, അതെല്ലാവർക്കും അത് ഊഹിക്കാം, എനിക്കത് പറയാൻ അതിപ്പോൾ എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറയാൻ എൻ്റെ ആ അവസ്ഥ. അപ്പോൾ അന്ന് വൈകിട്ട് ഞങ്ങൾ അവിടെയുള്ളൊരു പള്ളിയിൽ പോയി, അതായത് തിരുവനന്തപുരം വെട്ടുകാട് എന്ന് പറയും, ആ പള്ളിയിൽ പോയി ഞങ്ങളന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. ഹസ്ബൻഡ് ചേട്ടനെ വിളിച്ചു. അപ്പോൾ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളവിടെ പോവുകയും എല്ലാ ടെസ്റ്റുകളും നടത്തി. ആ സമയം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പവും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വഴി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ഒരു പാരമ്പര്യമുള്ളതായിട്ട് എപ്പോഴും ഇവർ പറയാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജപമാല, എനിക്ക് കൊന്ത ചൊല്ലാനൊന്നും എനിക്ക് അറിയില്ല, കൊന്തയുടെ പ്രാധാന്യം ഒന്നും അറിയില്ലെങ്കിലും ആ ഒരു കൊന്ത എൻ്റെ കയ്യിലുണ്ട്, അത് മുറുകെ പിടിച്ച് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പവും ഉണ്ടാവരുതേന്ന്. അങ്ങനെ തന്നെ റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായില്ല, നല്ല പൂർണ്ണ ആരോഗ്യമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരികെ പോയിരുന്നു. പിന്നീട് ഞാൻ ഈ പത്രം വായിച്ചെങ്കിലും വിശ്വാസത്തിലോട്ട് വീണ്ടും വരുന്നില്ല. പക്ഷേ ഈ ടോക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം ഈ പത്രം വായിച്ചതിന് ശേഷം ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ തുടങ്ങുന്നത്. ടോക്ക് കേട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ കൂടുതലും ഈശോയിലേക്ക് അടുക്കുകയായിരുന്നു. കാരണം എനിക്ക് പണ്ടേ മുതൽ ഈശോയെ അറിയാം. ഞാൻ ക്രിസ്ത്യൻ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഈശോയെ അറിയാം, മാതാവിനെ അറിയാം. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഈശോയെക്കുറിച്ച് കേൾക്കാനും കൂടുതൽ അറിയാനായിട്ടും. വചനങ്ങളൊന്നും വായിക്കുമെങ്കിലും എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. അപ്പോൾ അച്ഛൻ്റെ ടോക്കിലൂടെ ഓരോ വചനങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് അച്ഛൻ. ആദ്യമൊക്കെ എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എല്ലാവരെ പോലെയും ഈ കൃപാസനത്തിൻ്റെ ഈ ചമ്മന്തി ട്രോൾ കഥകളൊക്കെ കേട്ടിരുന്നതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അച്ഛൻ്റെ ടോക്ക് കണ്ടപ്പോഴും ആദ്യം ഞാൻ ഓർത്ത് ഇവിടുത്തെ സാക്ഷ്യം കേട്ടപ്പോഴൊക്കെ ഇങ്ങനെ ഇതൊന്നും കള്ളത്തരാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധന്യ മേരി വർഗീസിൻ്റെ സാക്ഷ്യം കേൾക്കുന്നതും AK ആൻ്റണി സാറിൻ്റെ വൈഫ് എലിസബത്ത് ആൻ്റണി മാമിൻ്റെ സാക്ഷ്യം കേൾക്കാനിടയായി. അപ്പോൾ അതാണ് എന്നെ ഉറപ്പിച്ചത് ഇത് സത്യമാണെന്നുള്ളത്. കാരണം അവരെയൊക്കെ എന്തായാലും അങ്ങനെ കള്ളം പറയാൻ വരില്ലല്ലോ എന്നുള്ള തോന്നല്. അങ്ങനെ ഞാൻ വീണ്ടും അച്ഛൻ്റെ ടോക്ക് ഒരുപാട് കേട്ടു. അന്ന് മുതൽ അച്ഛൻ്റെ ടോക്ക് എന്ന് കേട്ടു തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ വീട്ടിൽ കൃപാസനം മാതാവിൻ്റെ ഈ ലൈവ് പ്രാർത്ഥന പാട്ടുകളും സാക്ഷ്യങ്ങളും അച്ഛൻ്റെ പ്രാർത്ഥനകളും ടോക്കും മാത്രമാണ്. അപ്പം ഞാൻ അച്ഛനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, ഇത് ഇത്തരം കള്ളത്തരാണല്ലോ എന്നൊക്കെ. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നാനുണ്ടായൊരു കാരണം, അച്ഛൻ എവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര ഭാഗമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ. അപ്പം അച്ഛനിങ്ങനെ ഒരു തുള്ളിയാണ് ഇന്നിങ്ങനെ ഞാൻ നോക്കുമ്പോൾ പറയുന്നത്. അപ്പം ഞാൻ ഓർക്കും ഈ ദൈവവചനമൊക്കെ
ഞാനത് പറഞ്ഞില്ല, പക്ഷെ അതെനിക്ക് പറയാൻ വന്നു. ഈ ദൈവവചനം ഇത്ര സീരിയസ് ആയിട്ടല്ലല്ലോ പറയുന്നത് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ടോക്ക് കണ്ടിന്യൂ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, ദൈവമേ ഞാനും കിച്ചണിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ, കാല് വേദനിച്ചിട്ട് ഞാനും ഇങ്ങനെ തുള്ളാറുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ അടുത്ത നിമിഷം തന്നെ പറഞ്ഞു, കർത്താവ് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അതിനുശേഷമാണ് ഈ പത്രം കൊണ്ടുവന്ന കുട്ടി എന്നോട് പറഞ്ഞു, അച്ഛന് ഇങ്ങനെ ഒരു കിഡ്നിയുടെ അസുഖം ഉണ്ടെന്നും ഉള്ളതൊക്കെ. അത് കേട്ട് അന്ന് ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതങ്ങനെ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞു. എവിടെയും എനിക്ക് കൊണ്ടുപോകും, എല്ലാ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികൾ. ഞാനൊരു ഹിന്ദുവാണ്, അതേ പറയാൻ വിട്ടുപോയി. അപ്പോൾ എവിടെ വേണേലും എന്നെ കൊണ്ടുപോകും, എല്ലാം വാങ്ങിത്തരികയും പ്രേയറിന് കൂടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞറിഞ്ഞ് എൻ്റെ ബ്രദറാണ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം എൻ്റെ പെൻഡിങ് നിൽക്കുക, എന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നല്ലാതെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് കുറച്ച് ഫ്രണ്ട്സിനും എറണാകുളത്ത് കോർട്ടിൽ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ്. അപ്പം അതിൻ്റെ ആവശ്യമായിട്ട് കോർട്ടിൽ വന്നു. തിരിച്ചു വരുന്ന വഴി ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞു, ഇങ്ങനെ ഒരു മാതാവുണ്ട്, നമുക്കിവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഇവിടെ വൈകുന്നേരം വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും പിറ്റേന്ന് നാട്ടിൽ കൊട്ടാരക്കരയിൽ ഈ ഫ്രണ്ടിനൊരു കേസുണ്ടായിരുന്നു. ആ കേസിന് അവരവിടെ പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത ആൾ വന്നിട്ട് പറയാണ്, ഞാൻ ഈ കേസ് പിൻവലിക്കുകയാണെന്ന്, ഈ കേസ് വേണ്ടാന്ന്. അപ്പോൾ അവർക്കും ഭയങ്കര വിശ്വാസമായി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാതാവ് കൊള്ളാലോ, പ്രാർത്ഥിക്കണം കേട്ടോ, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എന്നെ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ആദ്യത്തെ പ്രാവശ്യം പത്രം കൊടുക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഒരു പേടിയായിരുന്നു. ചമ്മലല്ല, എനിക്ക് പേടിയായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ മുഖത്തടിച്ച് പറയുന്ന പോലെയൊക്കെ പറയുമോ എന്നുള്ള പേടി. പക്ഷേ എന്നാലും ഞാനത് കൊടുത്തു. രണ്ടാമത്തെ തവണ പുതുക്കി. അപ്പോഴാണ് അച്ഛൻ്റെ ടോക്കിലൂടെ പത്രം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം അച്ഛൻ പറഞ്ഞു തന്നത്. അപ്പോൾ അത് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. സാക്ഷ്യങ്ങളിലും കേട്ട് പത്രങ്ങളെല്ലാം ഞാൻ അപ്പം തന്നെ കൊടുത്തു തീർത്തു. പക്ഷേ ഹസ്ബൻഡിന് ഭയങ്കര എതിരായിരുന്നു പത്രം കൊടുക്കുന്നതിൽ. പത്രം കൊടുക്കേണ്ട കാര്യമില്ല, അതൊരു പരസ്യം പോലല്ലേ, നമുക്ക് പ്രാർത്ഥിക്കുകയും കാരുണ്യ പ്രവൃത്തി ചെയ്യാം, ഫുഡ് കൊടുക്കും, വസ്ത്രം വാങ്ങിക്കാൻ പൈസ കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഫുഡ് കൊടുക്കും, വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയാണ് കൊണ്ടു കൊടുക്കാറുള്ളത്. അതൊക്കെ ചെയ്യും. പക്ഷേ ഈ പത്രത്തോട് ഭയങ്കര എതിരായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ പ്രെയർ പ്രിൻ്റ് എടുത്ത് പത്രത്തോട് കൂടി ചേർത്താണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. അത് ഹസ്ബൻഡ് തന്നെ പ്രിൻ്റ് എടുത്ത് എനിക്ക് സോർട്ട് ചെയ്ത് തരും, എല്ലാം അടുക്കി സോർട്ട് ചെയ്ത് തരും, ഞാൻ എല്ലാവർക്കും കൊടുക്കും. അപ്പം ഞാൻ കൂടുതലും കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഒരു കരിയർ എനിക്ക് ആഗ്രഹിച്ച പോലെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, ഇങ്ങനൊരു മാതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എത്താൻ പറ്റുമായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് കൂടുതലും പഠിക്കുന്ന കുട്ടികൾക്കാണ് കൊടുക്കാൻ ഇഷ്ടം. എല്ലാവർക്കും കൊടുക്കും, എന്നാലും കുട്ടികൾക്കാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. പിന്നീടുണ്ടായ അനുഭവം, ഫ്രണ്ടിൻ്റെ കാര്യം ഒരു അടയാളമായിരുന്നു. അത് ഹസ്ബൻഡിൻ്റെ മനസ്സിൽ അത് പതിഞ്ഞ് കിടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാമതേ എനിക്ക് പുതുക്കണമെന്ന്. പക്ഷേ അച്ഛൻ്റെ ടോക്കിൽ പിന്നീടുണ്ടായത്, എനിക്ക് മാതാവാണെന്ന് ഇവിടെ അറിയില്ലായിരുന്നു. ഈ ഉടമ്പടി കേട്ടതിന് ശേഷമാണ് ഇവിടെ മാതാവാണെന്ന് എനിക്കറിയാവുന്നത്. അതും നെഞ്ചിൽ ഘടികാരമേറ്റിയ മാതാവാണെന്നുള്ളത് ഞാനിവിടെ ടോക്ക് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് പിന്നെ ഡൗട്ട്, ഇവിടെ മാതാവാണല്ലോ, ഈശോയെ പ്രാർത്ഥിക്കാമെന്നുള്ളതായി. അപ്പോൾ അച്ഛൻ്റെ ടോക്കിലൂടെ തന്നെ ഈശോയെ പ്രാർത്ഥിക്കണം, നിങ്ങൾ മാതാവ് മാധ്യസ്ഥമാണ്, ഈശോയിലേക്കാണ് നിങ്ങളുടെ നിയോഗം എത്തുന്നത്. അങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അച്ഛൻ ടോക്കിലൂടെ ഞാൻ പഠിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാനും പിതാവിനെ പ്രാർത്ഥിക്കാനും പിതാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ എനിക്ക് അടയാളങ്ങൾ സഹിതം കിട്ടുകയും സംശയങ്ങൾ തീർത്തു തരുന്നത് അച്ഛൻ്റെ ടോക്കിലൂടെയായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ മാത്രമേ ഞാനിതിൽ വിശ്വസിക്കൂ എന്ന അവസ്ഥയിലാണ് ഞാൻ. അച്ഛൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ ഈ ഒരു പ്രാർത്ഥനയിൽ. അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഞാൻ പാലിച്ചു വരികയാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാമത് എനിക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് ഞാനിവിടെ വന്നു, ഞാനും ബ്രദറും. പക്ഷേ എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞാൽ വന്നത്. കാരണം എനിക്ക് ഒരുപാട് അടയാളങ്ങളും വചനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും ഈശോ എന്നോട് സംസാരിക്കുകയാണ്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ബൈബിളിലൂടെ ഈശോ സംസാരിക്കുമെന്ന്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങളുടെ പ്രോബ്ലത്തെ ഒന്നും ഞാൻ പ്രോബ്ലമേ ആക്കുന്നില്ല. കാരണം അത്രയ്ക്കുള്ള വലിയ പ്രോബ്ലം ഇല്ല, നമുക്ക് പരിഹരിക്കാം. അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛനെ കാണാൻ വന്നു. പക്ഷേ ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഈ കാര്യത്തിന് ഇവിടുത്തെ റൂൾസ് അനുവദിക്കുന്നില്ല, തക്കതായിട്ടുള്ളൊരു കാരണമില്ല അച്ഛനെ കാണാൻ, അതുകൊണ്ട് ഇപ്പോൾ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വിഷമം വന്നു. എങ്കിലും ഞാൻ തിരിച്ചു പോയപ്പം ഇവരൊക്കെ എന്നെ ഒന്ന് കളിയാക്കി. കാരണം അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ, ആ ഒരു കാരണം പറഞ്ഞു എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വിഷമമായി. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ വീടിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഹസ്ബൻഡിനും മകനും ബ്രദറിനും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഒരു ആവശ്യവും ഞാൻ പറയാറില്ല. അപ്പം ഞാൻ പതുക്കെ എനിക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു, മാതാവേ, എന്നെയല്ല നിന്നെയാണ് കളിയാക്കുന്നത്. ഇവിടെ വന്നപ്പോഴും എനിക്ക് സാക്ഷ്യമായിട്ടില്ല, അതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തക്കതായ സാക്ഷ്യം തന്ന് നീ എന്നെ തിരിച്ചു കൊണ്ടുപോയിക്കോ, അതുവരെ നിന്നെ ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ കൃപാസനം മാതാവേ എന്ന് വിളിക്കണമെങ്കിൽ നീ തന്നെ എനിക്ക് തക്ക സാക്ഷ്യം തന്ന്
കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നാൾ പ്രാർത്ഥനയിൽ നിന്ന് മാറി നിന്നു. മാതാവിൽ പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ കുറച്ച് മാറി നിന്നു. അപ്പോൾ എൻ്റെ അവിടെ ഒരു വീട്ടിൽ കൊച്ചൊരു അൾത്താര പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ നോക്കാതെ മൊത്തം പൊടിയടിച്ചൊക്കെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമാണ്, ഇങ്ങനെ ക്ലീനായിട്ടൊക്കെ കിടക്കാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കുന്നതില്ല. പക്ഷേ അതേ സമയം തന്നെ ഹസ്ബൻഡ് അവിടെ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയും താഴെ പൂജാമുറിയിൽ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരികയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവിനെ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര വിഷമം. ഡിസംബർ 7 വന്നപ്പോൾ മാതാവിൻ്റെ ദിവസമാണല്ലോ. അപ്പോൾ അതിന് മുമ്പൊക്കെ ഞാൻ മാതാവിൻ്റെ ആ ദിവസം ആൾക്കാരെ മുല്ലപ്പൂവൊക്കെ വെച്ച് മാതാവിനെ അലങ്കരിക്കും. ഡിസംബർ 25 ഞാൻ ഈശോയ്ക്ക് ഇങ്ങനെ കേക്ക് വയ്ക്കുകയും മെഴുത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും കൊന്ത ചൊല്ലുകയും ഞാൻ അഖണ്ഡ ജപമാലയൊക്കെ ഇതിനിടയ്ക്ക് ചൊല്ലി ഒറ്റയ്ക്ക് തന്നെ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അതൊന്നും നടക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. ഈ ഡിസംബർ ലാസ്റ്റാണ് എൻ്റെ മനസ്സ് ഭയങ്കര വിഷമം. അങ്ങനെ ഒരു ദിവസം ഞാൻ ടെറസിൽ പോയി തുണിയൊക്കെ വിരിച്ചിട്ട് തിരിച്ച് കയറി വന്നപ്പോൾ ഈ മാതാവിനോട്ട് എൻ്റെ നോട്ടം പോയി. അപ്പോൾ ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാനല്ലല്ലോ, ഞാൻ ഇപ്പോഴും പറയുന്നു, നീയല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത്. എൻ്റെ കൃപാസനം മാതാവിനെ വിളിക്കണമെങ്കിൽ നീ തന്നെ തക്ക സാക്ഷ്യം തന്ന് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഞാനവിടെ ക്ലീൻ ചെയ്യാനൊന്നും പോയില്ല. അപ്പം ഞാൻ എൻ്റെ വീട് പോലും അങ്ങനെ പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യാൻ എനിക്കൊരു ഉത്സാഹമില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഹസ്ബൻഡ് ഭയങ്കര വിഷമിച്ച് വരുന്ന കണ്ടു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഒരു കേസുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അഡ്വക്കേറ്റിന് ഒരു കേസ് വന്നപ്പോൾ എന്താ സങ്കടപ്പെടാൻ, ഇതിന് മാത്രം എന്ത് കേസാണെന്ന്. അപ്പോൾ പറയാണ്, പുള്ളിക്ക് വാദിക്കാനുള്ളതല്ല, പുള്ളിക്കൊരു കേസ് വന്നു. അത് 10 വർഷം മുമ്പ് പുള്ളിയുടെ ഒരു ക്ലയൻറ്റിന് ഒരു ലീഗൽ സഹായം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരെ എതിർകക്ഷികൾ ഈ ക്ലയൻറ്റിന് എതിരെ കൊടുത്ത കേസിൽ ഇദ്ദേഹത്തെയും കൂടെ പ്രതി ചേർക്കപ്പെട്ടു. സത്യം പറയാലോ, ആദ്യം ഞാനൊന്ന് ഞെട്ടിയെങ്കിലും നെക്സ്റ്റ് മൊമെൻറ്റ് ഞാൻ ഉള്ളിൽ പൊട്ടിച്ചിരിച്ചു. അതാണ് ഉണ്ടായത്. സത്യം പറയാൻ ഞാൻ ഈ ആൾക്കാരിൽ നിന്ന് മാതാവിനെ സാക്ഷ്യപ്പെടുത്തി പറയുക, അങ്ങനെ ചിരിക്കണമെങ്കിൽ, സ്വന്തം ഹസ്ബൻഡിന് ഒരു കേസ് വന്ന് ഹാജരാകണമെന്ന് കേട്ടിട്ട് ചിരിക്കണമെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ കുഞ്ഞായിരിക്കണം. അമ്മ മാതാവിൻ്റെ മകൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാനപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ, എൻ്റെ അമ്മ മരിച്ചുപോയി, ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല, എന്നെ നോക്കിയിരിക്കാൻ ഒരു അമ്മയില്ല എനിക്ക്, ഇതെൻ്റെ അമ്മ വീടാണ്, എനിക്ക് ഓടി വരാൻ എനിക്കൊരു വീട് വേണം, കൃപാസനം എൻ്റെ അമ്മ വീടാണ്, എൻ്റെ അമ്മ ഞാൻ വരുമ്പോൾ ഇവിടെ എനിക്ക് നോക്കിയിരിക്കാൻ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടാകണം, അതിനെന്നെ കൊണ്ടുപോകണം, അതിന് അമ്മ എനിക്ക് വഴിയൊരുക്കിയതാണെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. എനിക്ക് ചിരി വന്നു. ഞാൻ സമാധാനിപ്പിച്ചു, കാരണം വിഷമിച്ചിരിക്കുന്ന ഒരാളെ കളിയാക്കാൻ പാടില്ലല്ലോ ആ സമയത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പുള്ളി കുറേ എൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയില്ല, ഏത് വഴിക്കാണ് ഈ കേസ് എങ്ങനെ വന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറയാണ്, നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം, ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ പിന്നെ ഞാനോർത്തു, പത്രം കൊടുക്കേണ്ടി വരുമല്ലോ, അത് ഇഷ്ടമില്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കാര്യം സാധിക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഗ്രോട്ടോയിൽ പോയി തിരി കത്തിക്കാം. അല്ല, എനിക്ക് നിൻ്റെ മാതാവിൻ്റെ അടുത്ത് തന്നെ പോകണം, നമുക്കൊരുമിച്ച് പോകണം. ഒരിക്കൽ ഞാനിവിടെ വന്ന സമയത്ത് എന്നെ ഹസ്ബൻഡ് കൊണ്ടുവരണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം അന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിനകത്ത് എനിക്ക് കുറേ അനുഭവങ്ങൾ, അതായത് മാതാവിൻ്റെ പ്രസൻസ് ഉൾപ്പെടെ എന്നിൽ കിട്ടിയ അനുഭവങ്ങളായിരുന്നു. അപ്പം പുറത്തുനിന്ന് കാണുന്ന ഏതൊരാൾക്കും അത് ഭക്തി മൂത്ത് ഭ്രാന്തായതാണെന്ന് മാത്രമേ വിചാരിക്കുകയുള്ളൂ. പക്ഷേ മാതാവിൽ വിശ്വാസമുള്ള, മാതാവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്കറിയാം അത് മാതാവ് തന്നെയായിരുന്നു എന്നുള്ളത്. സ്വപ്നത്തിലൂടെയും ഒരു സ്വപ്നം കണ്ടത് ഞാൻ, ഈശോയല്ല, ഒരു കുതിരപ്പുറത്ത് ഒരു ആൾ, ഒരു ചുമന്ന പുറങ്ങും ഒരു കുപ്പായവും ഒരു സ്വർണ്ണ കളറിലെ അങ്കിയൊക്കെ ഇട്ട് കുറേ സൈന്യങ്ങളും ആയിട്ട് ഇങ്ങനെ വരിക. അതൊരു പിക്ചറല്ല, സൈന്യം ഇങ്ങനെ വരികയാണ് എൻ്റെ സ്വപ്നത്തിൽ. ഞാനപ്പോൾ ഓർത്ത് ഓൾറെഡി ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഇനി ഏത് പ്രശ്നമാണ് ഈ പടപിടിച്ച് വരുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബൈബിൾ എന്നോട് സംസാരിക്കുമെന്ന്. അപ്പം ഞാൻ പിറ്റേന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന്. ഞാൻ എന്നിട്ട് ആ ബൈബിള് തുറന്നൊരു വചനം കിട്ടിയത് ഇങ്ങനെയായിരുന്നു, സൈന്യങ്ങളുടെ രാജാവായ കർത്താവ് നിനക്ക് വേണ്ടി പോരാടും. അങ്ങനെ ഒരു മീനിങ് ആണ്, എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു വചനമാണ് എനിക്ക് കിട്ടിയത്. പിന്നീട് മാതാവിനെ ഞാൻ ചോദിച്ചു, മാതാവേ, എല്ലാവർക്കും സ്വപ്നത്തിൽ വരുന്നു, എനിക്ക് സ്വപ്നത്തിൽ വരുന്നില്ലല്ലോ, എൻ്റെ ദൈവങ്ങളൊക്കെ എനിക്ക് സ്വപ്നത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് നമ്മുടെ ഫ്രണ്ടിൽ 13-ാം കൗണ്ടറിലെ മാതാവിൻ്റെ അതേ മാതാവ്, ആ മാതാവിൻ്റെ ചോട്ടിൽ കിടന്ന് ഞാൻ ഉറങ്ങുന്നതായിട്ട്, അപ്പോൾ മോൻ എന്നെ പ്രയറിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അതാണ് എനിക്ക് മാതാവ് മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സ്വപ്നം. പിന്നെ വേറൊരു സ്വപ്നം ഉണ്ടായത്, മാതാവ് സർപ്പത്തെ ചവിട്ടി നിൽക്കുന്ന മാതാവാണ് എൻ്റെ വീട്ടിൽ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മതിലിലൂടെ ഇങ്ങനെ പാമ്പുകൾ ഇങ്ങനെ ഇഴഞ്ഞു പോവുകയാണ്. പാമ്പുകളെന്ന് പറഞ്ഞാൽ 1-2 ഒന്നുമല്ല, ആ മതിൽ ഭിത്തി മുഴുവനും പാമ്പ് ഇഴഞ്ഞു പോവുകയാണ്. അപ്പം ഞാൻ പേടിച്ചു പോയി, ഇനി ഇതെന്താ? അപ്പം
നെക്സ്റ്റ് കാണുന്നത് മാതാവിൻ്റെ മുട്ട് മുതൽ താപ്പോട്ട് മാതാവ് ഒരു സർപ്പത്തേൻ്റെ തല ചവിട്ടി പൊട്ടിക്കുന്നതായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, ചവിട്ടി നിൽക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ ഗൂഗിളിലാണ് ഞാൻ നോക്കിയത് അതിൻ്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞു നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ സാത്താനിക ശക്തിയെ പൊട്ടിച്ച് കളയുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പ്രസൻസും കിട്ടിയപ്പോൾ ആണ് ഇവർ കളിയാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതാണ് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളാണ്, അല്ലാതെ എനിക്ക് രോഗസൗഖ്യം എന്ന് പറയാനായിട്ടോ അങ്ങനെ പറയാനായിട്ടുള്ള ഇതൊന്നുമല്ല. ബൈബിൾ വചനത്തിലൂടെയാണ് എനിക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു നിർത്തിയത് ഹസ്ബൻഡിൻ്റെ കേസിനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ ഈ 10 വർഷം മുമ്പുണ്ടായ കേസിൻ്റെ പേരിൽ ഇദ്ദേഹത്തെയും പ്രതി ചേർക്കുകയും ഡീറ്റെയിൽസ് കിട്ടിയില്ല. അങ്ങനെ ഇവിടെ വരാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ മോൻ്റെ സൗകര്യം നോക്കണം, മോൻ അന്ന് എക്സാം കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം വീട്ടിൽ ഞങ്ങൾക്കൊരു പട്ടിക്കുട്ടി വളർന്നുണ്ട്, അപ്പോൾ അതിന് ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിന് വീട്ടിൽ ആൾ വേണം. അപ്പം മോൻ പറഞ്ഞു എന്ത് വന്നാലും നിങ്ങളിത് മുടക്കണ്ട, കൃപാസനത്തിൽ പൊയ്ക്കോളാൻ പറഞ്ഞു, ഞാനിത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിന് പ്രാർത്ഥിച്ചു, മാതാവ് ഈ പരീക്ഷ ഒന്നിൽ മാറ്റി വെച്ച് തരണം, അല്ലെങ്കിൽ എൻ്റെ എണ്ണം ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞു. ഇൻ്റേണൽ എക്സാം എന്തോ ആയിരുന്നു. അപ്പം കുറച്ച് മോൻ പറഞ്ഞു 2 എക്സാമേ ഉള്ളൂ, അത് ഞാൻ മാനേജ് ചെയ്തോളാം, പൊയ്ക്കോളാൻ പറഞ്ഞു. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു തടസ്സം വന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്താ നിൻ്റെ മാതാവ് വീണ്ടും ഇങ്ങനെ തടസ്സം ഇടുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വിശ്വാസം വന്നിട്ടുണ്ടെങ്കിലും ഒരു പൊടിക്കൊരു വിശ്വാസം കൂടെ ബാക്കിയുണ്ട്. കാരണം അന്ന് രാവിലെ ഞാൻ ഈ കൃപാസനത്തിൽ വരാമെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത കൃപാസനത്തിൻ്റെ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തു. ടോക്സ് കേൾക്കാൻ തുടങ്ങി, അച്ഛൻ്റെ ടോക്സും പ്രയറും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് എനിക്ക് യാദൃശ്ചികമായി പഴയൊരു സാക്ഷ്യമാണ് കേട്ടത്, നമ്മൾ മാനർമത്തെ സ്പീക്കിങ്ങിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ. അപ്പോൾ ഞാനത് ഫുള്ള് കേട്ടില്ല, അത് കളഞ്ഞു. അപ്പോൾ രാവിലെ ഓഫീസിൽ പോകാൻ ഇദ്ദേഹം റെഡി ആയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പരിചയമുള്ള ഒരാളുടെ സാക്ഷ്യം കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇതിട്ട് കൊടുത്തു. അപ്പോൾ ഫുള്ള് കേൾക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ ഫുള്ള് ഇട്ടപ്പോൾ ആ ആളും ആദ്യം തിരി കത്തിക്കാം പ്രാർത്ഥിക്കുന്ന രീതിയിലായിരുന്നു. അതിൽ നിന്ന് ഉടമ്പടിയിലോട്ട് വന്നതാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മാതാവായിട്ട് കേൾപ്പിച്ച് തന്നാണത്, കാരണം തിരി കത്തിക്കുകയല്ല, ഉടമ്പടി എടുക്കണം എന്നാണ് മാതാവ് പറയുന്നതെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ പറഞ്ഞു ഉടമ്പടി എടുക്കാമെന്ന്. ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ നിമിഷം മാറ്റം വന്നത് എനിക്കാണ്. അതുവരെ മടിച്ചിരുന്ന ഞാൻ, അല്ലെങ്കിൽ ഒരു ഉത്സാഹമില്ലാതിരുന്ന ഞാൻ, എൻ്റെ വീട് ഞാൻ 2 ദിവസം കൊണ്ട് മാതാവിനെ വെൽക്കം ചെയ്യാൻ ഞാൻ തന്നെ അകവും പുറവും എല്ലാം ക്ലീൻ ചെയ്ത്, മാതാവിനെ വെൽക്കം ചെയ്യാൻ ആൾക്കാരെയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി പ്രാർത്ഥനയും തുടങ്ങി. അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുക്കാനായിട്ട്. ഹസ്ബൻഡ് ഞങ്ങൾ ടോക്കൺ എടുത്തു. ഹസ്ബൻഡ് ആദ്യത്തെ ഉടമ്പടിയുണ്ട്, 11 മണിക്കത്തെ ക്ലാസ്സിലേക്ക് കയറി പോവുക. ഒറ്റയ്ക്ക് കയറി പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇങ്ങനെ ഒരു വിഷമത്തിൽ ഒറ്റയ്ക്കാണല്ലോ എന്ന്, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. മാതാവിനെക്കുറിച്ചും എന്നിൽ വഴി അറിയാവുന്നതേ ഉള്ളൂ, മാതാവിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്നൊരു കൊന്ത എടുത്ത് പോക്കറ്റിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് കയറിപ്പോയി. ഞാൻ താഴെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഈ കേസ് ഞങ്ങൾക്ക് വേണ്ട. അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡിനെയും കുടുംബത്തെയും ഈ വിശ്വാസത്തിലേക്ക് എന്നെയും തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ളൊരു വഴി വെട്ടിയത് മാത്രമാണ്, ഈ കേസിനെ വിളിക്കരുത് എന്ന് പറഞ്ഞു. എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നതും 2ാമത്തെ നിയോഗം വെച്ചിരുന്നത് എൻ്റെ കുടുംബം ഈ വിശ്വാസത്തിലേക്ക് വരണമെന്നായിരുന്നു, ഹസ്ബൻഡും മകനും. കാരണം ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുക്കുമ്പോൾ ഇവരാരും ഉടമ്പടിയിലില്ല, പ്രാർത്ഥനയിലും ഇല്ല. അപ്പോൾ ഞാൻ പ്രയറിന് ഇരിക്കുമ്പോൾ രാവിലെ എണീറ്റൽ വെക്കുന്നത് മറുനാടൻ മലയാളിയാണ് ഒരാൾ, ഹസ്ബൻഡ്, മോൻ്റെ പാട്ടും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ എനിക്ക് പ്രയറിന് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ഞാൻ പിന്നെ അതിനിടയ്ക്ക് പറഞ്ഞ് ലാസ്റ്റ് സൗണ്ടൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ാമത്തെ പുതുക്കലിൽ ഞാൻ വെച്ചതാണ് എൻ്റെ കുടുംബം വിശ്വാസത്തിലേക്ക് വരണം. പിന്നെ 1ാമത്തേത് പരിശുദ്ധാത്മാവ് നിറയണമെന്നാണ്. വേറൊന്നും ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം ഓരോന്നായിട്ട് ഷോർട്ടായിട്ടൊക്കെ എഴുതി വിട്ടതേ ഉള്ളൂ, എനിക്കൊന്നും ഓർമ്മയില്ലത്. അങ്ങനെ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് എടുക്കാൻ കയറിയിട്ട് ഞാൻ താഴെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് കൂടെ ഉണ്ടെങ്കിൽ ഒരു അടയാളം കൂടെ കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുതുക്കാൻ വന്നോണ്ട് ഞാൻ 11:30 ക്ലാസ് കഴിഞ്ഞിട്ട് പുതുക്കി ഞാൻ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ ബാഗിൽ വെള്ളവും കുടിക്കാം. അപ്പോൾ ഈ ബാഗാണ്, ഈ ബാഗ് അത് വെയിറ്റ് ഉള്ളതുകൊണ്ട് അതിങ്ങ് വാങ്ങിക്കാം, കാരണം ഇവിടെ വരുമ്പോൾ ഈ വിളക്കിൽ തട്ടുകയൊന്നും ചെയ്യണ്ടല്ലോ, ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാനപ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ ആളിനെ പരതി വരികയാണ്. അങ്ങനെ പരതി വന്ന് ഞാൻ ഈ സൈഡ് വരുമ്പോൾ ഉണ്ട് തിരിയൊക്കെ പിടിച്ച് മാതാവിൻ്റെ മുമ്പേ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് അപ്പോഴും ചിരി വന്നു. ഞങ്ങളെല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു. കാരണം അങ്ങനെയൊന്നും എടുക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചില്ല. പത്രം കൊടുക്കാൻ തന്നെ മടിച്ച ആൾ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അതിലേറെ എനിക്കൊരു അത്ഭുതം തോന്നിയത്, ഈ കൃപാസനത്തിലെ ചൂട് നമുക്കറിയാം, ഞാൻ ഇപ്പോഴും നിന്ന് വിയർക്കുന്നുണ്ട്. അന്നത്തെ ദിവസം ചൂടെന്ന് എഴുതി കാണിച്ചാൽ വിയർക്കുന്ന ആളാണ്. ആ ഒരു ദിവസം ഞങ്ങൾ വീട്ടിലെത്തുന്നിടം വരെ ഒരു തുള്ളി വിയർപ്പ് ദേഹത്തുണ്ടായിട്ടില്ല, ആ ഷർട്ട് നനഞ്ഞിട്ടില്ല. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പക്ഷേ ആ വിശ്വാസം അച്ഛൻ പറയുന്നത് പോലെ സമർപ്പിച്ച് വിശ്വസിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട്
ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയി ട്രെയിനിൻ്റെ കാര്യത്തിലുണ്ട്. ഞങ്ങൾ 1:30 ട്രെയിൻ തിരിച്ചുള്ളതും ബുക്ക് ചെയ്തായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ടൈം ചോദിച്ചപ്പോൾ 2 മണിയാകുമെന്ന് പറഞ്ഞു, ഈ ഉടമ്പടി കഴിഞ്ഞ് ഇതെല്ലാം കഴിയുമ്പോഴേക്കും. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് തിരികെ എത്തിച്ചിട്ട് പോകാം, അടുത്ത തവണ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് കരുതി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല എനിക്ക് ഉടമ്പടി എടുക്കണം. ശരി, അപ്പം അത്ര സീരിയസ് ആയിട്ടുള്ള മാറ്റർ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അപ്പം ഞങ്ങൾ പറഞ്ഞു, തിരിച്ചു പോക്കൊക്കെ മാതാവ് ഒരുക്കിക്കോളും. അപ്പം ഞാൻ എവിടെ പോയാലും ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ, ഇവിടെ അല്ല എവിടെ പോയാലും എൻ്റെ മോൻ പോയാലും, മാതാവേ നീ കൂടെ വന്ന് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തി നീ തന്നെ സുരക്ഷിതമായി തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങുന്നത്. ഇവിടെ വന്നു. ഈ ഉടമ്പടി ക്ലാസ്സിനിടയ്ക്ക് തന്നെ 1:30 ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു വൈകിട്ടത്തേക്ക് പോകാനുള്ളത്, ഞാനത് അറിഞ്ഞില്ല. ഉടമ്പടി എല്ലാം കഴിഞ്ഞ് പറഞ്ഞു 6:30 ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതേ ട്രെയിനിലുള്ള ടിക്കറ്റ് ഞങ്ങൾ അന്ന് റിട്ടേൺ ബുക്ക് ചെയ്തപ്പോൾ സീറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് 1:30 ബുക്ക് ചെയ്തത്. അങ്ങനെ ട്രെയിനിൽ കയറി ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറിയപ്പോൾ ഞങ്ങൾ ഏത് ട്രെയിനിനാണോ വന്നത് അതേ ട്രെയിൻ തന്നെയായിരുന്നു തിരിച്ചും കിട്ടിയത് ഞങ്ങൾക്ക്. അതിന് മുമ്പ് തിരിച്ച് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടിയില്ല ആ സീറ്റ്. അങ്ങനെ ഞങ്ങളെ മാതാവ് കൊണ്ടുപോയി തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു എന്നുള്ളത്. അങ്ങനെ ആ ട്രെയിനിൽ കയറിയ സമയത്താണ് ഹസ്ബൻഡിന് ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം വിളിക്കുകയും ഈ കേസ് പണ്ടേ കഴിഞ്ഞതാണ്, അതിനെപ്പറ്റി ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. പക്ഷേ ട്രെയിനിൽ കയറിയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അപ്പം തന്നെ എനിക്കത് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഉടനടി പരിഹാരം അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്ക്, ആദ്യം ഉടമ്പടി എടുത്ത ഞാനാണെങ്കിലും അത് എന്നെക്കാളും ഇപ്പോൾ വിശ്വാസവും പ്രാവർത്തികമാക്കുന്നതും എൻ്റെ ഹസ്ബൻഡാണ്. അതിൻ്റെ ഫലം തന്നെയാണ് ആ ഉടനടി പരിഹാരം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പിറ്റേന്ന് ഓഫീസിൽ പോയിട്ട് എന്നെ വിളിച്ച് പറയുകയാണ്, എടി ഇനി ഈ കേസിനെ പറ്റി ഡീറ്റെയിൽസ് അറിഞ്ഞു, ഇതിനി വിളിക്കില്ല എന്ന്. ഞാൻ എന്താണോ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് മാതാവിനോട്, അത് തന്നെയാണ് ഞാൻ കേൾക്കുന്നത്. ഈ കേസ് ഇനി വിളിക്കില്ല. ആ കേസ് 10 വർഷം മുമ്പ് നടന്ന കേസ് തന്നെ ഇപ്പോൾ വീണ്ടും കൊടുത്തതാണ്. പക്ഷെ അത് 10 വർഷം അന്നത്തെ കേസിൽ തന്നെ കോടതി വിധി വന്നിരുന്നു. ഈ കേസിൽ ഇനി ഒരു നിയമ നടപടിയും പാടില്ല എന്നുള്ള വിധി ഓൾറെഡി ഉള്ള കേസായിരുന്നു. ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലായിരിക്കും, എന്താണെന്നത് ഇപ്പോഴും അറിയില്ല. കാരണം ആ ക്ലയൻറ്റുമായിട്ട് ഇപ്പോൾ ഒരു കോൺടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷേ എന്തായാലും ആ കേസ് ക്ലോസ് ആയിട്ടില്ല. അതാവുമ്പോൾ ഹസ്ബൻഡ് സാക്ഷ്യം പറയും. ഈ ഒരു വിഷയം ഞാൻ മാതാവിന് പ്രാർത്ഥിച്ച പോലെ എന്നെയും കുടുംബത്തെയും മാതാവിൻ്റെ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് മാതാവും തിരുക്കുമാരനും വെട്ടിയ അല്ലെങ്കിൽ തെളിച്ച വഴി മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ പത്രം കൊടുക്കും, വെറുതെ കൊടുക്കുകയല്ല, ആളുകളോട് നിന്ന് സംസാരിച്ച് വെയിൽ കൊണ്ട് കാറെടുക്കത്തില്ല, സ്കൂട്ടർ എടുത്ത് പോവും. വെയിൽ കൊണ്ട് വിയർത്ത് ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞങ്ങളങ്ങനെ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കൃപാസനം പത്രം ഉണ്ട്, അറിയാം. അപ്പം വെറുതെ കളയാൻ ഞങ്ങൾ തരില്ല എന്ന് പറയും. വായിക്കാനും സൂക്ഷിച്ചു വെക്കാനും ആണെങ്കിൽ നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് വിശ്വാസമുണ്ട്. നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നമ്മളെ കൊണ്ട് തീർത്താൽ തീരത്തില്ല എന്നുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുകയോ അത് നിങ്ങൾ സാക്ഷ്യം കേട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. വചനങ്ങൾ കേൾക്കുക, അച്ഛൻ്റെ ടോക്ക് കേൾക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ കാരുണ്യപ്രവർത്തനം ചെയ്യുന്നത് ഞങ്ങൾ കൂടുതലായിട്ട് ഫുഡ് കൊടുക്കാറാണുള്ളത്. ഞങ്ങൾ ആഴ്ചയിലും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി ബോധികയായിട്ട് 6, 7, 10 ഫുഡ് ഞങ്ങൾ വഴിയോരത്ത് രാത്രിയിലാണ്. ഞാൻ എപ്പോഴും ഞങ്ങൾ 10 മണിയാകുമ്പോഴാണ് മിക്കവാറും പോകാറുള്ളത്. കാരണം ആ സമയത്താകുമ്പോൾ ശരിക്കും ഭക്ഷണം കിട്ടാത്തവരെ കണ്ടുകിട്ടും. അല്ലാത്തപ്പോൾ അവിടേക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എല്ലായിടും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുക്കും. വസ്ത്രം വാങ്ങിക്കാനായിട്ട് ഭക്ഷണം കൊടുക്കും. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കാൻ ഒരുപാട് പേര് വന്നു. ഉടമ്പടി എടുക്കാനായിട്ട് പൈസ ഇല്ലാത്തവർക്ക് അങ്ങനെ കൊടുത്തു. ഇനിയും വരാനുള്ളവരുണ്ട്, ഉടമ്പടി എടുക്കാൻ വരുന്നവരുണ്ട്. ഇപ്പോൾ ടോക്ക് കേൾക്കും, പ്രെയർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കാരുണ്യപ്രവൃത്തിയിൽ പോകുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഈ പത്രം കൊടുക്കും. പിന്നെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്ക്, നമ്മുടെ പ്രെയർ, ഡെയിലി ബ്രെഡ് ഞങ്ങൾ എന്നും കൂടും, മറക്കത്തില്ല, മുടക്കത്തുമില്ല. അത് ഞങ്ങൾ വാട്സപ്പിലെ സ്റ്റാറ്റസിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഏതൊരാളെ കണ്ടാലും കൃപാസനം മക്കളെ പോലെ ഞാനും അമ്മ മാതാവിനെയും തിരുക്കുമാരനെയും കുറിച്ച് വാദോരാതെ സംസാരിക്കും. അവർ കേൾക്കുമോ സ്വീകരിക്കുമോ ഒന്നും ഞാൻ നോക്കില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ഞങ്ങൾ ശ്രമിക്കും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മനസ്സിലാവുന്നവരെ ഞങ്ങൾ പറഞ്ഞും കൊടുക്കും. മനസ്സിലാകാത്തവരുണ്ട്, പിന്നെ പേടിയുള്ളവരുണ്ട്. ഹിന്ദുസായിട്ടുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ അവരെ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയുമ്പോൾ ഞാനിപ്പോൾ പൊട്ട് തൊടാറില്ല. ഇവിടുത്തെ വിശുദ്ധ തൈലമാണ് എൻ്റെ പൊട്ട്. ഞാൻ കുരിശ് വരച്ചിറങ്ങാറേ ഉള്ളൂ. പൊട്ട് ഞാൻ തൊടാറില്ല. ഇപ്പോൾ എൻ്റെ അലമാരയിൽ പൊട്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞാലേ പെട്ടെന്ന് അവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ പേടിക്കണ്ട, കളയരുത്. അഥവാ ഇനി വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഗ്രോട്ടോയിൽ കൊണ്ടുവയ്ക്കണം, വഴിയിൽ കളയരുതെന്ന് പറയും. ഗ്രോട്ടോ എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട്, അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ പത്രപ്രവർത്തനം, പത്ര വിതരണം ഇത് ചെയ്യും. സ്റ്റാറ്റസ് സാക്ഷ്യങ്ങളൊക്കെ പിന്നെ വാട്സപ്പിലിടും. അതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനം.
പിന്നെ ഉള്ളത് ജപമാല. കൊന്ത ചൊല്ലാൻ അറിയാത്ത ഞാൻ കൊന്ത ചൊല്ലാൻ പഠിച്ചു. കരുണക്കൊന്ത ചൊല്ലുമായിരുന്നു. പിന്നെ അഖണ്ഡ ജപമാല ചൊല്ലി, ബൈബിള് വായിക്കും. പിന്നെ എന്നും ഗുഡ് മോർണിംഗും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഗുഡ് മോർണിംഗ് ഇടുന്നത് ഫേസ്ബുക്കിലെ മിശിഹായുടെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിനകത്തെ ആ ഫേസ്ബുക്ക് പേജിലെ വചനം പ്രഭാത പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്, ആ വചനങ്ങളാണ് ഞാൻ ഗുഡ് മോർണിംഗ് ഇടുന്നതും സ്റ്റാറ്റസ് എന്നും ഇടും. അപ്പോൾ എന്നോട് പല ഫ്രണ്ട്സും ചോദിക്കും ജീസസിനെയാണോ വിശ്വാസം. അപ്പോൾ അവരോടും എനിക്കത് പറയാനുള്ളൊരു അവസരം കിട്ടുകയാണ്. അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ മോൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കുട്ടികൾക്കും അവരുടെ അമ്മമാരും മുസ്ലിംസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് പറയും ഞാൻ, ഇവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരും വരുന്നുണ്ട്, തീർച്ചയായിട്ടും വിശ്വസിക്കണം. ഞങ്ങളുടെ അനുഭവങ്ങൾ ഇപ്പം നമുക്ക് ഈ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ അനുഭവം ഞാൻ അതും മാതാവിനോട് പറഞ്ഞു. മാതാവേ, ഞങ്ങൾക്ക് സ്വന്തം അനുഭവം പറഞ്ഞ് ഒരാളോട് മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കും ഒരു ധൈര്യമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതമ്മ എനിക്ക് തരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി, സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്നാണ് മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ എൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന മറ്റൊന്നിനെക്കുറിച്ചും ആവശ്യപ്പെടാറില്ല. ഈ ഒരൊറ്റ പ്രാർത്ഥന ഞാൻ പറയാറുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും, മോനും താമസിയാതെ അവൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ മാതാവ് എന്നെ വിളിക്കുന്ന ദിവസം ഞാനും വന്ന് ഉടമ്പടി എടുക്കും. കാരണം അവൻ എത്തിസ്റ്റാണെന്ന് പറഞ്ഞ് അടയ്ക്കുക, ആ ഒരു പ്രായമാണ്. LLB ഫൈനൽ ഇയർ ആണിപ്പോൾ. അപ്പോൾ അവന് ഒരു കൊന്ത കൊടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അവനത് വാങ്ങിക്കില്ല. ഞാൻ അത് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ബൈക്കിൽ പോകുന്നതാണ് അവൻ, എനിക്ക് അമ്മയുടെ സംരക്ഷണം അവന് വേണം, അത് ഉറപ്പാക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു കൊന്ത അമ്മ എത്തിക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം അവൻ വന്നിട്ട് പറഞ്ഞു, അമ്മ, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കൊന്ത തന്നു എന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു. എനിക്ക് ആ ഫ്രണ്ടിനോട് ഞാൻ മാതാവിന് സമർപ്പിച്ച ആ ഫ്രണ്ടിനെയും പ്രാർത്ഥിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. നല്ല ഫ്രണ്ട്സാണ് അവനുള്ള എല്ലാം. ഈ കുട്ടിയെ നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ എനിക്ക് കിട്ടി, അവന് നല്ലൊരു ഫ്രണ്ടായിട്ട്. അപ്പോൾ എവിടെ പോയാലും അവനൊരു 3-4 ബാഗുണ്ട്. അപ്പോൾ എവിടെ ജിമ്മിൽ പോകാൻ, വെളിയിൽ പോകാനായിട്ട്, കോളേജിൽ പോകാനായിട്ട്, എവിടെ പോയാലും ഈ കൊന്ത എടുത്ത് ആ ബാഗിൽ, അവൻ ഏത് ബാഗാണ് എടുക്കുന്നത് അതിലിട്ടുകൊണ്ടേ അവൻ പോകാറുള്ളൂ. പിന്നെ അവൻ എക്സാമിന് പോകുമ്പോഴും ഞാൻ ഹാൾ ടിക്കറ്റ് എടുത്തോ പേന എടുത്തോ ഒന്നും ഞാൻ ചോദിക്കാറില്ല, കൊന്ത എടുത്തോടാന്ന് മാത്രം ചോദിക്കും. അഥവാ അവൻ ആ ധൃതിയിലാണെങ്കിൽ, അമ്മ ആ ബാഗിൽ എൻ്റെ കൊന്ത കിടക്കാതെ എൻ്റെ ഈ ബാഗിലേക്ക് ഇട്ടേക്കെന്ന് അവൻ അതിനിടയ്ക്ക് പറയും, അത് ഇട്ട് കൊടുക്കും. അങ്ങനെ അവനും മാതാവിലുള്ള വിശ്വാസമാണ്, അവന് പ്രസൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനത് ആദ്യം ഒരു പേടി തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എന്ന് ഉടമ്പടി എടുക്കാൻ നോക്കുന്നു അന്ന് എനിക്ക് എൻ്റെ സൈഡിൽ ഇങ്ങനെ മാതാവ് നോക്കി നിൽക്കുന്ന പോലെ തോന്നും, എനിക്ക് പേടിയാണെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ആദ്യം അവൻ തള്ളുന്നതാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഗൂസ് ബംസൊക്കെ വന്ന് അവനിങ്ങനെ ഭയങ്കര ഐസായിട്ട് തണുത്തുറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ചു പേടിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ, നീ പേടിക്കണ്ട, മാതാവിൻ്റെ അനുഗ്രഹം നിനക്കുണ്ട്. കാരണം ഉടമ്പടി എടുക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അമ്മ മാതാവിനെ കാണുക എന്നുള്ളത്. അപ്പോൾ നിനക്കതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട് അമ്മ മാതാവിൻ്റെ. അപ്പോൾ നീ അത് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എത്തിസ്റ്റാണെന്ന് പറഞ്ഞാലും എൻ്റെ വിശ്വാസം വന്നപ്പം അടുത്തുള്ള ഗ്രോട്ടോയിലൊക്കെ പോയി അവൻ പ്രാർത്ഥിക്കാറുണ്ട്, അതെന്നോട് പറയാറുണ്ട്. അവനും അടയാളങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അവൻ്റെ എക്സാം, അതുപോലെ അവൻ്റെ 10th സമയത്തുള്ള എക്സാം, ആ എക്സാം ഞാൻ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ച് നേടിയ വിജയമാണ്. അവനങ്ങനെ കുത്തിരുന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ മെനക്കെട്ട് പഠിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, അമ്മ തന്നെ അവൻ്റെ കൈ പിടിച്ച് പരീക്ഷ എഴുതിക്കണേ, അവന് നല്ലൊരു മാർക്ക്, അഡ്മിഷന് വേണ്ട നല്ലൊരു മാർക്ക് തരണേ എന്ന് പറഞ്ഞു. അതുപോലെ നല്ല മാർക്കോടെ പാസ്സായി. അത് കഴിഞ്ഞ് കൊറോണ വരികയായിരുന്നു. +1ഉം +2ഉം വീട്ടിലിരുന്നുള്ള പഠനമായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവേ, അവൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമില്ല, അമ്മയുടെ കൃപ, തിരുക്കുമാൻ്റെ അച്ഛൻ പറയുന്ന പോലെ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതിൽ തന്നെയാണ് ഞാൻ അന്ന് വിശ്വസിച്ചിരിക്കുന്നത്. അത് അച്ഛൻ്റെ വായിലൂടെ കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഉറപ്പിച്ചു, എന്നെ ശരിയായ വഴിയിലൂടെ തന്നെ അമ്മ നയിച്ചു എന്നുള്ളത് എനിക്കൊരു ഉറപ്പ് വന്നു, മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ആ +2ഉം +1ഉം അവൻ്റെ എക്സാം, അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് തന്നെ അവൻ്റെ കൈ പിടിച്ച് എക്സാം എഴുതണേന്ന്. അവനതും നല്ല മാർക്കോടെ പാസ്സായി. പിന്നെ LLB, ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ഉണ്ട്. അവൻ ആദ്യം പറഞ്ഞു, ബാക്കി എൻട്രൻസ് ഒന്നും വേണ്ട, മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വെറുതെ ഒരു ഡിഗ്രി എടുക്കണ്ട, LLB തന്നെ എടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്നാണ് എൻ്റെ എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്തത്. അപ്പോഴും ഞാൻ മാതാവിനോട് ഇത് തന്നെ പ്രാർത്ഥിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവിനോട് അവന് ഡൽഹി പോയി പഠിക്കണമെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, എല്ലാവരും ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ ഇവിടുന്ന് വേറെ എങ്ങും പോകണ്ട. കാരണം അവൻ്റെ ഫുഡിന് തന്നെ ഒരു ചിട്ടയുണ്ട്, ഇന്നതൊന്നും കഴിക്കില്ല, ചിക്കൻ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഈ ട്രിവാൻഡ്രത്ത് തന്നെ അവന് അഡ്മിഷൻ കിട്ടണം LLB. മാതാവ് എനിക്ക് എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്, മാർ ഇവാനിയസ് കോളേജിൽ, മാർ ഗ്രിഗോറിയസ് ക്യാമ്പസിൽ, മാർ ഇവാനിയസ് ക്യാമ്പസിലാണ്, മാർ ഗ്രിഗോറിയസ് കോളേജിലാണ് അവൻ പഠിക്കുന്നത്. മാതാവ് എനിക്ക് എൻ്റെ മുറ്റത്ത് അവൻ അഡ്മിഷൻ തരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. അതിനും മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ കുടുംബത്തോടെ ഉടമ്പടിയിലാണ്, മരണം വരെയും ഞങ്ങൾ ഉടമ്പടിയിലായിരിക്കും ഞങ്ങളുടെ ജീവിതം. അമ്മ മാതാവിൻ്റെയും തിരുക്കുമാൻ്റെയും അമ്മ മാതാവിനെ തിരുക്കുമാരനെ പറ്റി ആരോടൊക്കെ പറയാമോ അത്രത്തോളം ഞങ്ങൾ പറയും. എൻ്റെ ബ്രദറും അതെ. പിന്നെ ഇതുവരെ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും സംരക്ഷണങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും
ഞങ്ങൾ ഒരുപാട്, എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളെന്നും നന്ദിയുള്ളവളായിരിക്കും. ഞാൻ പ്രത്യേകിച്ചും എൻ്റെ അമ്മ വീടാണ് കൃപാസനം. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അച്ഛൻ ഡേറ്റ് എടുത്ത് പ്രാർത്ഥിക്കുന്ന കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഡേറ്റ് എടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല, എനിക്ക് അറിയില്ല, അതുകൊണ്ടായിരിക്കാം എനിക്കൊരു ഡേറ്റ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ അടുത്തിടയ്ക്ക് അച്ഛൻ ഗോൾഡൻ 7 പറ്റി ടോക്ക് ചെയ്തത്. ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു പുതിയ സംഭവം ഉണ്ടെങ്കിലും അത് 7-ലായിരിക്കും തുടങ്ങുക എന്നുള്ളത്. അതുപോലെ ഞാൻ പറഞ്ഞു, എല്ലാ മാസവും 7-ാം തീയതി കഴിയുമെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് 7-ാം തീയതി ഇവിടെ വന്ന് എന്നെ ഇവിടെ കൊണ്ടുവരണം. എനിക്ക് എൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടുവരണം എന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അമ്മയും മാതാവിനും തിരുക്കുമാനും ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുന്നുകൊണ്ട് സാക്ഷി അവസാനിപ്പിക്കുന്നു. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരും. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനമാണ്. നമ്മൾ ഒരിക്കലും നേരത്തെ കണ്ടുപരിചയമില്ലാത്ത ഒരു പുതിയ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ ജോലിയായാലും വിദ്യാഭ്യാസ കാര്യങ്ങളായാലും രോഗമായാലും എല്ലാം പുതിയ പുതിയ ജീവിത സാഹചര്യങ്ങളിലൂടെ കൂടെയാണ് നാം കടന്നു പോകുന്നത്. മനുഷ്യരാശി ഇതിനു മുൻപ് കാണാത്ത വഴികളിലൂടെയാണ്, നാം കാണാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം മാത്രമാണ് നമ്മുടെ കൂടെയുള്ളത്, നമ്മെ മുന്നോട്ട് നടത്തുന്നത്. നീ അറിയാത്ത വഴിയിലൂടെ, ഒരു പുതിയ വഴിയിലൂടെ ഞാൻ നിന്നെ നടത്തുമെന്നും പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മികത ഒരു പുതിയ വഴിയിലൂടെ പോവുകയാണ് എന്നാണ് വചനം പറയുന്നത്. ആധ്യാത്മികതയുടെ ഒരു സ്പിരിച്വൽ ലൈഫിലേക്കുള്ള ഒരു ഉണർവിൻ്റെ ഒരു കാലമാണ് നമ്മുടെ ഈ ദിവസങ്ങൾ. അതായത് ഉടമ്പടി ഇന്നിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആത്മീയതയിൽ കൂടുതൽ നമ്മളെ ശക്തരാക്കുന്ന, നമ്മെ ധൈര്യമാക്കുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. ദൈവവുമായുള്ള ഒരു വലിയ ബന്ധമാണ്. ഉടമ്പടിയിൽ ദൈവത്തെ മുൻപിലാക്കി നടത്താനുള്ള ഒരു പുതിയ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് നടത്തിയ ഒരു ദൈവാനുഭവ സാക്ഷ്യമാണ് അഞ്ജലി എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഹസ്ബൻഡിനും മകനുമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർ ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധ അമ്മയുടെ ആലയത്തിലെത്താനും ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കാനുമുള്ള ആഗ്രഹമാണ് ഈശോയും അമ്മയും നടത്തി തന്നത്. ഉടമ്പടിയിൽ ദൈവത്തിലെ മുൻപാക്കി നടക്കാനുള്ള ഈ ആത്മീയ തീരുമാനമാണ് ഈ കുടുംബസഹിതം തീരുമാനിച്ചേക്കുന്നത്. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ പുതിയ നിയമത്തിൽ ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. അമ്മയുടെയും ഈശോയുടെയും കൂടെയുള്ള ജീവിതയാത്രയിൽ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകാം. ഒരിക്കലും നടക്കാത്ത വഴിയിലൂടെ, ഒരു ആത്മീയ പാതയിലൂടെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് അമ്മയാണ് നമ്മെ ഈശോയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ശ്രേഷ്ഠ ജനതയായ നമ്മൾ, ഉടമ്പടി മക്കളായ നമ്മൾ, നമ്മുടെ കൂടെ ഈശോയുണ്ട്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്നാണ് ലൂക്ക് 18:27 പറയുന്ന. ആ അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും സമർപ്പിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അഞ്ജലിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ചും ഈ പുതിയ ആത്മീയ ജീവിതത്തിന് നമുക്ക്